നമ്മൾ എസ് എമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. 3 പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് പാർട്ടിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഫുള്ള്. ആദ്യത്തെ പാർട്ട് നോക്കുക. റേഷ്യോ ഓഫ് ചേഞ്ച് ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു ഡിഫോർമേഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ഒരു റബ്ബർ, ഈ റബ്ബർ എന്താണ് നമ്മൾ വലിച്ചു നീട്ടുക, 2 സൈഡിലേക്കും വലിച്ചു നീട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ലെങ്ത്ത് കൂടും. പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സൈഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് സംഭവിക്കും? റബ്ബർ വലിച്ചു നീട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യും? കുറയും. തിക്നെസ് കുറയില്ലേ വലിച്ചു നീട്ടുമ്പോൾ? 2 സൈഡിലേക്ക് നീങ്ങുമ്പോൾ 2 ലാറ്ററലായിട്ട് സൈസ് കുറയുന്ന നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, അതേപോലെ റേഷ്യോ ഓഫ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ഡിസൈൻ സ്ട്രെസ്. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ഡിസൈൻ സ്ട്രെസ്? അൾട്ടിമേറ്റ് ഡിവൈഡഡ് ബൈ ഡിസൈൻ, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് ഡിസൈൻ ഓർ വർക്കിംഗ് സ്ട്രെസ്. അതാണ് എന്ത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന് മാക്സിമം സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പൊട്ടും, ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രെസ് മാത്രമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അൾട്ടിമേറ്റ് ഡിവൈഡഡ് ബൈ ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും എന്ത്? വർക്കിംഗ് സ്ട്രെസ്. അതെങ്ങനെ വരും? ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് കുറയും. അതാണ് വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ എന്തായിരിക്കും? സേഫായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പറഞ്ഞു. ഇനി എന്താ ഉള്ളത്? മൂന്നാമത്തത് ലോഡ് ദാറ്റ് ഈസ് സ്പ്രെഡ് അലോങ് ദ ബീം ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓർ പാർട്ട് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് കോൾഡ്. എന്താണ്? ഒരു എൻറ്റയർ ലെങ്ത്തിൽ പരന്ന് കിടക്കുന്ന ഫോഴ്സ്, അതിനെന്ത്? യു ഡി എൽ. ഒന്നുകിൽ കാൻഡിലിവർ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? സിമ്പിൾ സപ്പോർട്ടഡ് ആവാം. എന്തായിരിക്കും? അതാണ് എന്ത്? യു ഡി എൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി അടുത്ത് നോക്കുക. നാലാമത്തെ നോക്കുക. പോയിൻ്റ് അറ്റ് വിച്ച് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 0 അല്ലെങ്കിൽ ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓർ വൈസ് വേഴ്സ ഈസ് കോൾഡ്. അതെങ്ങനെയാണ്? നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കാര്യം നോക്കുക. അവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കണ്ടിന്യൂസ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെ വരിക. അപ്പോൾ കട്ടായി പോകും. ഈ ഡയഗ്രത്തിന് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ സൈന് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന, പോസിറ്റീവിലേക്ക് നെഗറ്റീവായി മാറുന്ന, പോസിറ്റീവ് നിന്ന് നെഗറ്റീവായി പോകുന്ന പോയിൻറ്റിൻ്റെ പേരാണെന്ത്? പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ലൈന് പോകുന്ന, അല്ലെങ്കിൽ എന്താണ്? സൈന് പോസിറ്റീവിൽ നെഗറ്റീവ് ആവുന്ന, അല്ലെങ്കിൽ 0യിൽ ടച്ച് ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ പേരാണെന്ത്? പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. ഇനി അഞ്ചാമത് നോക്കാം. ദ ലെയർ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം ലെയേഴ്സ് ഓഫ് ദ ബീം വിച്ച് ഈസ് അൺചേഞ്ച്ഡ്. ഇതിപ്പോൾ ഒരു ബീമാണെന്ന് വിചാരിക്കുക. ഈ ബീമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 2 സൈഡിൽ നിന്നും ബെൻഡിങ് കൊടുത്ത് കംപ്രസ് ചെയ്യിപ്പിക്കണം. 2 സൈഡിൽ നിന്നും കംപ്രസ് ചെയ്യുമ്പോൾ ഈ സൈഡ് എന്ത് സംഭവിക്കും? ഈ സൈഡിന് ഒരു കംപ്രഷനാണ് സംഭവിച്ചത്, ഉള്ളിലേക്ക് വലിയാണ് ചെയ്തത്. ഈ സൈഡിൽ എന്തായിരിക്കും? പുറത്തേക്ക് ടെൻസ്ഡ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നടുക്കുള്ള ലെയർ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നടുക്കുള്ള ലെയർ ഇൻടാക്റ്റ്, അതായത് ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്നുണ്ടാവും. ആ ലെയറിൻ്റെ പേരാണെന്ത്? ന്യൂട്രൽ ലെയർ, അല്ലെങ്കിൽ എന്താണ്? ആ ആക്സിസിൻ്റെ പേരാണെന്ത്? ന്യൂട്രൽ ആക്സിസ്. ഇനി ആറാമത്തത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബീം അണ്ടർ ലോഡ് ഈസ് ടേംഡ് ആസ്. എന്താണ്? ഒരു ബീമിന് എന്ത് സംഭവിക്കും? ബീം ഡിഫ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ലെങ്ത്ത് ഇത്ര മൂവ് ചെയ്യും, ആക്സിസിൽ നിന്ന് ഇത്ര ദൂരം മൂവ് ചെയ്യുന്ന, അതിൻ്റെ പേരാണ് എന്ത്? ഡിഫ്ലക്ഷൻ. ഓക്കെ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ഫെയിലിയർ അലോങ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഈസ് ഡ്യൂ ടു സ്ട്രെസ്സസ് സെറ്റപ്പ് ഇൻ ദ വാൾ ഓഫ് ദ സിലിണ്ടർ. ഫെയിലിയർ അലോങ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ, ഈ തിൻ സിലിണ്ടറിൻ്റെ കാര്യം നോക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിലുള്ള ഫെയിലിയർ. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ ഫെയിലിയർ ഉണ്ടാവുള്ള കാരണം എന്താ? ഈ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഇതിലുണ്ടാവുന്ന ഫോഴ്സ് അല്ലേ? ഇതിനെ പറയുന്ന പേരാണെന്ത്? ഹൂപ്പ് സ്ട്രെസ്. ഇനി തിരിച്ചെന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് സെക്ഷനിലാണ് ഫെയിലിയർ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ കാരണം എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനലുള്ള എന്തായിരിക്കും? സ്ട്രെസ് ആയിരിക്കും. ഇനി നമ്മൾ പറയേണ്ടത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ ആണല്ലോ. ഇനി 8ാമത്തത് നോക്കുക. എന്താണ്? ഡാഷ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ കോയിൽ ഡയമീറ്റർ ടു ദ diameter of the spring wire.
ഇതാണെന്ത് സ്പ്രിങ്ങിൻ്റെ മീൻ കോയിൽ ഡയമീറ്റർ. ഇതാണെന്ത് സ്പ്രിങ്ങിൻ്റെ മീൻ കോയിൽ ഡയമീറ്റർ. ഇനി എന്തായിരിക്കും ഈ സ്പ്രിങ്ങിൻ്റെ വയർ കണ്ടോ, ഇതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്ററാണെന്ത്, ഇതിൻ്റെ ഡയമീറ്ററാണെന്ത് സ്പ്രിങ് വയർ ഡയമീറ്റർ. ഇത് ഡി, ക്യാപിറ്റൽ ഡി. സ്പ്രിങ്ങിൻ്റെ മീൻ കോയിൽ ഡയമീറ്റർ ആണെന്ത് ക്യാപിറ്റൽ ഡി. സ്പ്രിങ് വയറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ത് സ്മോൾ ഡി. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആയിരിക്കും D/D ആയിരിക്കും എന്ത് സ്പ്രിങ് ഇൻഡെക്സ്. ഇനി 9ാമത്തെ നോക്കുക. 9ാമത്തത് ഇതെന്താണ്, ഇതും ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഉള്ളതാണ്, ഷാഫ്റ്റിലുള്ളതാണ്. ഷാഫ്റ്റ് എന്താണ്, ടോർഷണൽ സെക്ഷൻ മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I/R. ഓക്കെ ആണല്ലോ. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3 മാർക്കിലുള്ളത് 10 ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിരിക്കുക. അതിൽ 8 നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓരോന്നിനും 3 മാർക്ക് വെച്ച് ആകുമ്പോൾ 24 മാർക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡിഫറൻഷിയേറ്റ് ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നേരത്തെ ഞാൻ പറഞ്ഞു ലാറ്ററലും ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസം പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, എലോങ് ലെങ്ത്തായിട്ട് സംഭവിക്കുന്നതാണ് എന്ത്, ലെങ്ത്തിലുണ്ടാവുന്ന ചേഞ്ചാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ. ലാറ്ററൽ പറയുമ്പോൾ തിക്നെസ്സിലുണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്, പോയ്സൺസ് റേഷ്യോ മ്യൂ. പിന്നെ അതേപോലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചോദിച്ചിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്, നമ്മൾ ഫസ്റ്റ് 1 മാർക്കിൽ പറഞ്ഞു, അൾട്ടിമേറ്റ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലോഡ് ഓഫ് 80 kN ഈസ് ടു ബി റൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റീൽ വയർ. ഫൈൻഡ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ വയർ ഇഫ് ദ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 100 MN/m². തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. അപ്പോൾ ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും തന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. തന്ന കാര്യങ്ങൾ എന്താണ്, ലോഡ് തന്നിട്ടുണ്ട് പി എത്ര, P = 80 kN. 80 കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോ എന്ന് പറഞ്ഞാൽ എന്താ 10⁻³ ആണ്, 10⁻³ ന്യൂട്ടൺ. ഇനി എന്താണ് അവിടെ തന്നിട്ടുള്ളത്, സ്ട്രെസ്സ് തന്നിട്ടുണ്ട്. സ്ട്രെസ്സ് എന്തിൽ കൂടാൻ പാടില്ല, 100 MN/m² കൂടാൻ പാടില്ല. അപ്പോൾ സ്ട്രെസ്സ് തന്നിട്ടുണ്ട് എന്ത് 100 MN/m². എന്താണ് ഈ എന്താണ്, MN/m² എന്തിന് ഈക്വലാണ്, Nm/mm² ഈക്വലാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ മില്ലിമീറ്ററിലാണ് ഇവിടെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. അപ്പോൾ ഈ MN/m² എന്താവും, Nm/mm² തന്നെയാണ്. കാരണം എന്താണ്, എന്ന് പറഞ്ഞാൽ എന്താ 10⁻⁶. പിന്നെ മീറ്ററിനെ നമ്മൾ അടിയിൽ എന്ത് ചെയ്തു മില്ലിമീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ 10⁻³ × 10⁻³ സ്ക്വയർ വരും. അത് 10⁻⁶ ആയിരിക്കും. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, 100 Nm/mm² എഴുതാം തന്നിട്ടുള്ളത്. ഇനി എന്താണ്, നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൽ വേണ്ട ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ എന്താണ് ഇവിടെ വേണ്ട ഇക്വേഷൻ എന്താ, σ = P/A, സ്ട്രെസ് = ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, എന്താണ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഡയമീറ്റർ കിട്ടണമെങ്കിൽ എന്ത് വേണം, ഏരിയ കിട്ടണം. ഏരിയ എങ്ങനെ കിട്ടും, P/σ. ഈ ഏരിയ മുകളിലേക്ക് പോകും, ഏരിയ ഇങ്ങോട്ട് പോയി സിഗ്മ താഴേക്ക് വരും, P/σ. P എത്ര, 8 × 10⁻³ ഡിവൈഡഡ് ബൈ സിഗ്മ എത്ര, 100. അതെന്ത് കിട്ടും, 800 mm² എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏരിയ എന്താണ്, ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, π/4d². ഏരിയൻ്റെ ഇവിടെ മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, π/4d². π/4d² = 800 എന്ന് കിട്ടിയല്ലോ. ഏരിയൻ്റെ യൂണിറ്റ് മാറില്ലല്ലോ, mm² ആണ്. അപ്പോൾ d² എന്ത് കിട്ടും, π/4 അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വരും, 800. 4 അങ്ങോട്ട് പോകുമ്പോൾ മുകളിലേക്കാണ് പോവുക, 800 × 4, പൈ താഴോട്ട് വരും. ഓക്കെ. അപ്പോൾ ഡി എന്ത് കിട്ടും, √800 × 4 ഡിവൈഡഡ് ബൈ പൈ ഈക്വൽ ടു എന്ത് കിട്ടും, 31.91 mm എന്ന് കിട്ടും. നിങ്ങളിതെല്ലാം കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും കാൽക്കുലേറ്ററിൽ ഈ തന്നതൊക്കെ അടിച്ച് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച ഇക്വേഷൻസ് നോക്കുക. σ = P/A, അതൊരിക്കലും മാറില്ല എന്ന് വിചാരിക്കണം. ഇവിടെ ഉപയോഗിച്ച ഇക്വേഷൻസ് ഏതൊക്കെയാണ്, σ = P/A, ഏരിയ = π/4d². ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാൻ ഒരു ഇതുമില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. σ = P/A,
എ ഈക്വൽ ടു π/4d². ഇനി അടുത്തത്, ഇത് സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യനാണ്. അതെങ്ങനെ മനസ്സിലായി? സെക്കൻഡ് മൊഡ്യൂളാണ്. എന്താ അതിൽ ചോദിച്ചിട്ടുള്ളതാണ്? SFD BMD ആണ്. SFD BMD എന്താണ് ചോദിച്ചിട്ടുള്ളത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയല്ലേ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടായിരിക്കുക? 7 മീറ്ററാണ് തന്നിട്ടുണ്ട്. എന്ത് ലെങ്ത്ത്? 7 മീറ്റർ പറയുമ്പോൾ നമുക്ക് ന്യൂട്ടൺ മീറ്ററിൽ ഉത്തരം കാണാം. മീറ്ററിൽ ഇട്ടാൽ മതി. ഓക്കെ, ലെങ്ത്ത് 7 മീറ്ററാണ്. ഇനി എന്താണ്? AB എന്താണ്? UDL യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരച്ച് കണ്ടല്ലോ. എല്ലാവർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. 3 kN/m ആണ് എന്ത്? UDL. അത് 7 മീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നു. ഇനി എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ലോഡ് ഡയഗ്രാം വരയ്ക്കുക. ഇതെന്താണ്? റിയാക്ഷൻ RB. ഈ സപ്പോർട്ടല്ലേ? സപ്പോർട്ട് നീക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും. മുകളിലേക്ക് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? താഴോട്ട് ലൈൻസ് ഡ്രോപ്പ് ചെയ്യുക. പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലൈൻസ് ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ പോയിൻ്റ് ലോഡ് ഇല്ല. നമ്മൾ SFD വരയ്ക്കാൻ പോവാണ്. SFD വരയ്ക്കുന്നതിന് മുമ്പ് RB എന്താണെന്ന് നമ്മൾ അറിയണം. RA + RB എന്തായിരിക്കും? RAയും ടോട്ടൽ മുകളിലേക്കുള്ള ഫോഴ്സാണ് എന്ത്? ടോട്ടൽ മുകളിലേക്കുള്ള ഫോഴ്സ് എത്ര നോക്കുക. ടോട്ടൽ മുകളിലേക്കുള്ള ഫോഴ്സ് എത്ര? RA + RB അല്ലേ മുകളിലോട്ട്. താഴോട്ട് എത്ര ഉണ്ടാവും? 3 7 മീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ 3 × 7 എത്ര ഉണ്ടാവും? RA + RB = എത്രയാവും? 21 ഉണ്ടാവും. 21 kN = 21 kN. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? RA RB എത്രയെന്ന് നമുക്കറിയില്ല. RA + RB ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് കാണണം. ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ എന്ത് ചെയ്യും നമ്മൾ? RA കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുക്കും. RA എന്നുള്ള പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് ആക്കി വെക്കും. RA എന്നുള്ള പോയിൻ്റ് ഫിക്സഡ് ആക്കി വെച്ച് ബാക്കിയുള്ള സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ് കാണും. ഈ RB എന്നുള്ള ഫോഴ്സ് എത്ര മീറ്ററിലാണ്? RB എന്നുള്ള റിയാക്ഷന് 7 മീറ്ററിലാണ്. അത് മുകളിലേക്കാണ്. അപ്പോൾ എന്താ വരും? RB × 7. മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്ത്? മൊമെൻറ്റ്. RB × 7 മുകളിലോട്ട്. താഴോട്ട് എന്താ ഉള്ളത്? 3 × 7 21 ഉണ്ട്. ഈ 21 എവിടെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന UDL ആകുമ്പോൾ അത് ആക്ട് ചെയ്യുന്നത് തൽക്കാലം സെൻറ്ററിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ടോട്ടലുള്ള ഫോഴ്സ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ RA എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പകുതിയിൽ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? 7/2. 21 എന്നുള്ള ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് അത് എത്രയാണ്? 7/2 ആക്ട് ചെയ്യുന്നു. 7/2 ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, RB × 7 = 21 × 7/2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ RB എന്ത് കിട്ടും? 10.5. അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. 10.5 kN വരും. ഓക്കെ ആണല്ലോ? ഇതിൽ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. രണ്ടും സിമെട്രിക്കാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. RA = RB ആണ് എന്തായാലും ആയിരിക്കും. RA = RB ആയിരിക്കും. കാരണം എന്താണ്? സിമെട്രിക്കാണ്. വേറെ ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ 21ൻ്റെ പകുതി 10.5 ആയിരിക്കും ഓരോന്നും. ഓക്കെ, ഇതിൽ ഡൗട്ടില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? SFD വരയ്ക്കുക. SFD നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് തുടങ്ങുക? ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരയ്ക്കാൻ തുടങ്ങുക. എങ്ങനെ? RB എന്തായിരുന്നു? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ നോക്കുക. ഇവിടെ എന്താണ്? SFDക്കുള്ള സൈൻ കൺവെൻഷൻ എങ്ങനെ? താഴോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് പോസിറ്റീവ്, മുകളിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് വരക്കണം, നെഗറ്റീവിലേക്ക് വരക്കണം. ഇനി ബെൻഡിങ് മൊമെൻറ്റിനുള്ള സൈൻ കൺവെൻഷൻ എങ്ങനെ? സാഡ് ഫേസ് നെഗറ്റീവിലേക്ക്. ബീം എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത് നോക്കുക. താഴോട്ടാണ് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്, സാഡ് ഫേസ് നെഗറ്റീവ്. ഇനി ബീം മുകളിലേക്കാണ്, ഇങ്ങനെയാണ്. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. എന്താണ്? ഹാപ്പി ഫേസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഓക്കെ ആണല്ലോ? ഇവിടെ ഹാപ്പി ഫേസ് അല്ലേ? പോസിറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ്. ഇനി ഇവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന്, എല്ലാം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ RB എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. RB മുകളിലേക്കാണ്. എല്ലാവരും ഇത് നോക്കുക. RB മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകണം. ഈ പോയിന്റിൽ നിന്ന് B എന്നുള്ള പോയിന്റിൽ നിന്ന് താഴോട്ട് പോകണം. എത്രയാണ്? 10.5. ഇനി എന്താണ്? മുകളിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് ചെരിഞ്ഞ ലൈനായിരിക്കും.
പോയിൻ്റ് ലോഡ് ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താണ് ചെരിഞ്ഞ ലൈൻ, അത് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കുക, 6 എങ്ങോട്ടാണ്, 6 മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, 6 മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവിലേക്ക് വരണം. 6 മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ നെഗറ്റീവിലേക്ക് വരണം. എത്രയാണ്? 10.5. ഓക്കെ ആണല്ലോ. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടി. ഇനി എന്താണ് വേണ്ടത്? ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എങ്ങനെ കിട്ടും? ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ സൈൻ കൺവെൻഷന് കണ്ടല്ലോ. പോസിറ്റീവ് ഉണ്ടാവുക, പോസിറ്റീവിലാണ് സാധനം ഉണ്ടാവുക. പിന്നെന്താണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇൻക്ലൈൻഡാണ്, ഷിയർ ഫോഴ്സ് ഇൻക്ലൈൻഡാണ്. അപ്പോൾ ബെൻഡിങ് എങ്ങനെ ഉണ്ടാവും? ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം കർവായിരിക്കും. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രം സ്ട്രെയിറ്റ് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇത് മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താണ്? ചെരിഞ്ഞിട്ടാണുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കർവ് വന്നു? ഷിയർ ഫോഴ്സ് 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. ഈ മാക്സിമം വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? ഈ മാക്സിമം വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യുക? ഈ സൈഡ്, ഈ പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, ബാക്കിയുള്ള മൊമെൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. നടുക്കുള്ളത് കിട്ടാൻ വേണ്ടി ഒരു സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് നോക്കുക. ഇപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡ് നോക്കുക, ആർ ബി ഇൻറ്റു 7/2, ആർ ബി ഇൻറ്റു ടോട്ടൽ മൊമെൻ്റ് അറ്റ് സി, ആർ ബി എത്ര? 10.5 ഇൻറ്റു 7/2. ഓക്കെ ആണല്ലോ. മൈനസ് ഇനി എന്താണ്? ആർ ബി ഇൻറ്റു 7/2 മുകളിലേക്കാണ്. ഇനി താഴേക്കുള്ള നോക്കുക. താഴേക്കുള്ള എത്ര ഉണ്ടാവും? 7/7ൻ്റെ പകുതി, 3.5 ഡിസ്റ്റൻസിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. 3.5ൻ്റെ പകുതി, 3.5ൻ്റെ പകുതിയിലായിരിക്കും ഈ 3 ഇൻറ്റു 3.5, 3 ഇൻറ്റു 3.5 എന്നുള്ള ഫോഴ്സ്. 3 ഇൻറ്റു 3.5 എല്ലാവരും നോക്കട്ടെ, ഇത് ശ്രദ്ധിക്കുക. 3 ഇൻറ്റു 3.5. ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടിയല്ലോ, പകുതിന് ശേഷമുള്ള ഫോഴ്സ് കിട്ടിയല്ലോ. 3 എന്നുള്ളത് 3.5ൽ പരന്ന് കിടക്കുകയാണ്. അത് എത്ര ഡിസ്റ്റൻസിലാണ്? 3.5/2. അത് 3.5/2ലാണ് കിടക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. 3 ഇൻറ്റു 3.5 ആണ് ഫോഴ്സ്. അതിന് ഡിസ്റ്റൻസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ സെൻറ്ററിൻ്റെ പകുതിയിലാണ് അത് ആക്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു. ഇവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അത് എത്ര ഡിസ്റ്റൻസിലാണ്? ഈ പോയിൻറ്റുമായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ്? 3.5ൻ്റെ പകുതി. അതാണ് നമ്മൾ എടുത്തത്. ഇതിലാർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. 3.5. അതിൻ്റെ ഉത്തരം എന്ത് കിട്ടും? ആൻസർ എന്താ കിട്ടേണ്ടത്? എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ 18.375 kN/m. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ യൂളേഴ്സ് തിയറിയിൽ ചോദിച്ചിട്ടുള്ള അസംഷനാണ്. 5ാമത്തെ ക്വസ്റ്റ്യന് യൂളേഴ്സ് തിയറിയിലുള്ള എല്ലാവരും നോക്കുക. യൂളേഴ്സ് തിയറിയുള്ള അസംഷൻസ്. യൂളേഴ്സ് തിയറിയിൽ ഏതൊക്കെ അസംഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് അസംഷൻ എന്തൊക്കെയാണ്? കോളം എന്തായിരിക്കും? കോളം ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കും. ആൻഡ് ട്രൂലി ആക്സിയലും സ്ട്രെയിറ്റും ആയിരിക്കും ആദ്യം കോളം. ഇനി രണ്ടാമത്തെ അസംഷൻ എന്താണ്? മെറ്റീരിയൽ എന്തായിരിക്കും? മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ്. ലീനിയർ ആൻഡ് ഐസോട്രോപിക്. ഇതൊക്കെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഐസോട്രോപിക് ആൻഡ് ഒബേസ് ഹുക്സ് ലോ എന്തായിരിക്കും? പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. എന്നാലേ ഈ യൂളേഴ്സ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലെങ്ത് ഓഫ് ദ കോളം എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ കോളം വളരെ ലാർജ് ആയിരിക്കും. ഈസ് വെരി ലാർജ് കമ്പയർഡ് വിത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കോളത്തിൻ്റെ ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. എന്ത് വെച്ച് നോക്കുമ്പോൾ? ഏരിയ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. എന്നാലല്ലേ ഡിഫ്ലക്ഷനും ബെൻഡിങ്ങും ഒക്കെ നടക്കുകയുള്ളൂ. അതാണെന്ത്? ഈ ലെങ്ത്ത് വളരെ കൂടുതലാണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ ബൈ എ ബീം? ബീം എന്താണ്?
ബീം എന്താണ്? മെമ്പർ സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾ. ഈ ബീമിലെല്ലാം നോക്കുക റൈറ്റ് ആംഗിളാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സപ്പോർട്ടാണെങ്കിലൊക്കെ എന്താണ്? റൈറ്റ് ആംഗിളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് പറഞ്ഞാൽ ഇതിന് റൈറ്റ് ആംഗിളായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മെമ്പറാണെന്ത്? ബീം. എന്താണ്? കാൻഡിലിവർ ബീം. ഇതാണ് കാൻഡിലിവർ ബീം, സിമ്പിൾ കാൻഡിലിവർ ബീം. ഇതൊരു ലോഡ് ആക്ട് ചെയ്യാൻ നിങ്ങൾ വരക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം എന്ത് ചെയ്യുക, നിങ്ങൾ കാൻഡിലിവർ ബീം, ഇതാണ് കാൻഡിലിവർ ബീം ഇങ്ങനെ വരച്ച് വെച്ചാൽ ഡയഗ്രം ഒന്ന് ജസ്റ്റ് കാണിക്കുക. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതാണ് എന്ത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം. രണ്ട് സൈഡിലും സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? രണ്ട് സൈഡിലും സപ്പോർട്ടുള്ള ബീമിൻ്റെ പേരാണെന്ത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഓക്കെ ആണല്ലോ? ഇനി എല്ലാവരും നോക്കുക 7ാമത്തെ ക്വസ്റ്റ്യന്. 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു വുഡൻ ബീമിൻ്റെ ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? തിക്നെസ് തന്നിട്ടുണ്ട് 240 mm ഡീപ്പ് തന്നിട്ടുണ്ടല്ലോ, 140 mm വൈഡ്. അപ്പോൾ എന്താണ് ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ വുഡൻ ബീം എങ്ങനെ ഇരിക്കേണ്ടത്? സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര ഡിസ്റ്റൻസ്? 4 മീറ്റർ. 4 മീറ്ററാണ് സ്പാൻ. സ്പാൻ പറഞ്ഞാൽ എന്താ? ബീമിൻ്റെ ലെങ്ത്തിന് പറയേണ്ട പേരാണെന്ത്? സ്പാൻ എന്ന്. ഇനി എന്താണ്? ഇവിടെ എത്ര ലോഡ് കൊടുക്കണം, സെൻറ്ററിൽ എത്ര ലോഡ് കൊടുത്താൽ, അതായത് ഇവിടെ കൊടുക്കേണ്ട ലോഡ് എത്രയാണ്? ടു കോസ് ബീം ഡിഫ്ലക്ഷന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ എത്രയാണ്? ഡിഫ്ലക്ഷൻ ഈസ് ഓൾറെഡി ഗിവൺ. ഡിഫ്ലക്ഷൻ എത്രയാണ് തന്നിട്ടുണ്ട്? 10 mm ആണ് തന്നിട്ടുണ്ട്. ഇത് ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ ഏത് മൊഡ്യൂളാണ്? തേർഡ് മൊഡ്യൂളിലുള്ള പാർട്ടാണിത് ഡിഫ്ലക്ഷൻ. ടേക്ക് ഇ ഈസ് ഈക്വൽ ടു, ഇ എത്രയാണ്? 6 × 10⁴ Nm² ആണ്. ഈ 6 × 10⁴ Nm² ആണല്ലോ. ഇവിടെ എന്താണ് കാണേണ്ടത്? എത്ര ലോഡാണ് കാണേണ്ടത്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന്, ഡിഫ്ലക്ഷൻ. ഈ ഡിഫ്ലക്ഷൻ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഓരോ മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അത് നമ്മൾ കാണാതെ പഠിക്കണം. എല്ലാവരും ഒന്ന് ഈ ടേബിൾ എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അതെന്താണ്? കാൻഡിലിവറിന് 2 W അറ്റ് ഫ്രീ എൻഡ്, ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഇനി എന്താണ്? UDL ത്രൂ ഔട്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ത്രൂ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ. അതേപോലെ സ്ലോപ്പ്. W അറ്റ് ഫ്രീ എൻഡ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? WL3/3EI. സ്ലോപ്പ് എന്തായിരിക്കും? WL²/2EI. ഇപ്പോൾ സ്ലോപ്പ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡിഫ്ലക്ഷൻ മാത്രം എന്തെങ്കിലും നിർബന്ധമായിട്ടൊന്ന് പഠിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. WL4/8EI. UDL ആണെങ്കിൽ, ഈ UDL ആകുമ്പോൾ സ്മോളിൽ കൊടുക്കാനുള്ള കാരണം അതെന്തായിരിക്കും? സ്മോളിൽ കൊടുക്കാനുള്ള കാരണം ലെങ്ത്തിനെ വീണ്ടും ഈ ലെങ്ത്തിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നതായതുകൊണ്ട് എല്ലിനെ മാറ്റി സ്മോളിൽ കൊടുത്താൽ മതി. ഇനി നോക്കുക, എല്ലാവരും നോക്കുക. സിംപ്ലി സപ്പോർട്ടഡ് സപ്പോർട്ടിൽ എന്തൊക്കെയുള്ളത്? W അറ്റ് സെൻറ്റർ. സിംപ്ലി സപ്പോർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി UDL ത്രൂ ഔട്ട്. അപ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നോക്കുക, WL3/48EI. അതേപോലെ അടുത്തത് UDL ഉണ്ടാകുമ്പോൾ 5WL4/384EI. ഇതിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നോക്കുക, WL3/24EI. തീറ്റ ഈക്വൽ ടു WL²/16EI. ഇവിടെ നോക്കുക, തീറ്റ WL3/6EI. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണല്ലോ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? Y is equal to WL3/48EI.
ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഐ കിട്ടിയിട്ടില്ല. ഐ എങ്ങനെ കാണും? ഐ എന്താണ്? റെക്റ്റാങ്കുലർ സെക്ഷൻ അല്ലേ? അതിൻ്റെ ഐ എന്താ? റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഐയും, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഐ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്റ്റാങ്കുലർ സെക്ഷൻ എന്തായിരിക്കും? BD³/12. ഇതെങ്ങനെ നമുക്ക് കിട്ടും? ഐ എന്തായിരിക്കും അപ്പോൾ? ഐ ഈക്വൽ ടു ബി എത്രയാണ്? 140 × 240³/12. ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ട് 140 × 240 ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇതെന്താണ്? BD³/12. അപ്പോൾ ആൻസർ എത്ര കിട്ടും? കിട്ടുമെന്ന് നോക്കുക. ആൻസർ എന്ത് ചെയ്യുക? ഇനി W എന്നുള്ള ഇതിൽ ഐ കിട്ടി. ഇ എത്രയാണ്? ഇ തന്നിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 × 10⁴ തന്നിട്ടുണ്ട്. 6 × 10⁴ കിട്ടി. എൽ എത്രയാണ്? എല്ലാവരും നോക്കുക. എൽ എത്രയാണ്? എത്രയാണ്? 4 മീറ്റർ. 4 മീറ്റർ ആണല്ലോ. തന്നിട്ടുണ്ട്. ഇനി W ആണ് കിട്ടാനുള്ളത്. Y തന്നിട്ടുണ്ട് 10. Y എത്രയാണ്? 10 mm. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലിനെ നമ്മൾ mm ആക്കണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? W ഒരു സ്ഥലത്ത് നിർത്തുക. Y × 48EI. 48EI മുകളിൽ പോകുന്നു, താഴെ L³ ഉണ്ടാവും. ഇനി നോക്കാം. Y എത്രയാണ്? 10. ഓക്കെ ആണല്ലോ. 48. E എത്രയാണ്? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 × 10⁴. I എത്രയാണ്? ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. 140 × 240³ നമ്മളിവിടെ കണ്ടില്ലേ? അതിൻ്റെ ആൻസർ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങോട്ട്. / L എത്രയാണ്? 4 മീറ്റർ അല്ലേ? അപ്പോൾ എത്രയും 4000 mm. മീറ്ററിന് മില്ലിമീറ്ററിലേക്കൊക്കെ എന്ത് ചെയ്യണം? ഇതറിയാത്ത ആൾക്കാരുണ്ടാവരുത് കേട്ടോ. മീറ്ററിനെ × 1000 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതിൻ്റെ വാല്യൂ എന്താണ് കിട്ടേണ്ടത്? അവസാനം 72.576 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്ത് നോക്കുക? കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറിയാത്ത കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് റിവൈൻഡ് അടിച്ച് കാണാം കേട്ടോ. സ്റ്റീൽ റോഡ് 5 മീറ്റർ ലോങ്. സ്റ്റീൽ റോഡ് 5 മീറ്റർ ലോങ് ഉണ്ട്. ലെങ്ത് എത്രയാണ്? കിവൺ സാധനങ്ങൾ എടുത്ത് എഴുതുക. കിവൺ ലെങ്ത് ഈക്വൽ ടു 5 മീറ്റർ, അതായത് 5000 mm. ഡയമീറ്റർ എത്രയാണ്? 40 mm. കോളമാണ് ചോദിച്ചിട്ടുള്ളത്. കോളം ഒരു എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ. 1 എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ. യൂളേഴ്സ് ഫോർമുലയാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ലോഡാണ് കാണേണ്ടത്. യൂളേഴ്സ് ഫോർമുല ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഈ തന്നിട്ടുണ്ട്. ഈ എത്ര? 200 GPa. യൂളേഴ്സ് ഫോർമുല എന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ യൂളേഴ്സ് ഫോർമുലേൻ്റെ എഫക്റ്റീവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടേബിൾ ഓർത്ത് വെക്കണം. ടേബിൾ ഞാൻ വരക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. യൂളേഴ്സ് ഫോർമുലേൻ്റെ ടേബിളാണിത്. യൂളേഴ്സിലും റാങ്കൈനിലും രണ്ടിലും എന്ത് ചെയ്യണം? ഈ എല്ലിൻ്റെ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കണ്ടീഷൻ എന്തായാലും പഠിച്ചിരിക്കണം. അതിൻ്റെ കണ്ടീഷൻ റിലേഷൻ ബിറ്റ്വീൻ എഫക്റ്റീവ് ലെങ്ത് L ആൻഡ് ആക്ച്വൽ ലെങ്ത് സ്മോൾ l. ആക്ച്വൽ ലെങ്ത് സ്മോൾ l ആണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് 1. എന്താണ്? ബോത്ത് എൻഡ് ഹിഞ്ച്ഡ്. ആണെങ്കിൽ എന്തായിരിക്കും? L = സ്മോൾ l. ക്രിപ്ലിംഗ് ലോഡ് ഞാൻ പറഞ്ഞുതരാം. 1 എൻഡ് ഫിക്സഡ്, 1 ഫ്രീ. ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, 1 ഫ്രീ ആയിരിക്കും. ബോത്ത് എൻഡ് ഫിക്സഡ്. 1 എൻഡ് ഫിക്സഡ്, 1 എൻഡ് ഹിഞ്ച്ഡ്. ഒരു എൻഡ് ഫിക്സഡ്, ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. എന്തായിരിക്കും? L = 2l ആയിരിക്കും. ബോത്ത് എൻഡ് ഫിക്സഡ് ആയിരിക്കുമ്പോൾ L എന്തായിരിക്കും? സ്മോൾ l/2. 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ച്ഡും ആയിരിക്കും. എന്തായിരിക്കും?
L=L/√2 ആയിരിക്കും. ഇനി എന്താണ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. π² EI/L². എല്ലാവരും ശ്രദ്ധിക്കുക. ക്രിപ്ലിംഗ് ലോഡ് യൂളേഴ്സ് ഫോർമുലയിൽ മാത്രം എന്തായിരിക്കുള്ളൂ ഈ π². ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? π² EI/L². ഇവിടെ നമുക്ക് എല്ലിന് ഏത് വാല്യൂ കിട്ടുന്നോ, ഇതിൽ നമുക്ക് എല്ലിന് ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും ആ എല്ലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രിപ്ലിംഗ് ലോഡ് ബൈ യൂളേഴ്സ് ഫോർമുല കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് 1 end ഫിക്സഡ് 1 end ഫ്രീ. 1 end ഫിക്സഡ് 1 end ഫ്രീ ആകുമ്പോൾ എൽ എന്താണ്? ക്യാപിറ്റൽ എൽ എന്തായിരിക്കും? L=2L. ഓക്കെ ആണല്ലോ. ടേബിൾ നോക്കുക, കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? 2 × L. ലെങ്ത് എത്രയാണ്? ഇവിടെ കിട്ടുന്നത് ആക്ച്വൽ ലെങ്ത് അല്ലേ? സ്മോൾ എൽ ആയിരിക്കും ഇവിടെ കിട്ടുക. എത്രയാണ്? 2 × 5000. എത്രയാണ്? 10,000 ആയിരിക്കും. ഇത് 10,000 mm ആണെന്ത് എഫക്റ്റീവ് ലെങ്ത്ത്. ഇപ്പോൾ നമുക്ക് അത് കിട്ടിയല്ലോ. ഇനി എന്താണ് ഇക്വേഷന്? യൂളേഴ്സ് ഫോർമുലേൻ്റെ ഇക്വേഷൻ എന്താ? π² EI/L². നിങ്ങൾ എന്ത് ചെയ്തരുത്, ഒരിക്കലും ഇക്വേഷൻ ഏതാണെന്ന് മറന്നു പോകരുത്. ഞാൻ പറയുന്ന ഇക്വേഷൻ്റെ റൗണ്ടിൽ ടേബിളിൽ ഇട്ട് വെക്കേണ്ട ഇക്വേഷന് ഒരിക്കലും മറക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് പഠിക്കണം. ഓക്കെ ആണല്ലോ. π² EI/L². ഓക്കെ. നമ്മൾ π² × E എത്ര? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 200 GPa. GPa എന്ത് ചെയ്യണം? നമ്മൾ മെഗാപാസ്കലിലോട്ട് മാറ്റണം. GPa തന്നിട്ടുള്ളത്. GPa എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു എന്താണ്? നമ്മൾ മെഗാപാസ്കലിലാണ് എല്ലാം കണ്ടിരുന്നത്. മെഗാ Nm/m² കണ്ടിരുന്നത്. അത് എന്തിന് ഈക്വലാണ്? Nm/mm². അപ്പോൾ നമുക്ക് MM-ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ജിഗനെ മെഗാ ആക്കണം. ജിഗ എന്താണ്? 10⁹. മെഗാ എന്താ? 10⁶. അപ്പോൾ 10⁹ 10⁶ എങ്ങനെ ആക്കും? ഈ ജിഗേൻ്റെ കൂടെ ഒരു 10⁵ കൂടെ കൂട്ടി ജിഗയിൽ എന്ത് ചെയ്യണം? ജിഗേനെ മെഗയിലേക്കാക്കാൻ എന്ത് ചെയ്യണം? 10⁵ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ജിഗ എന്നുള്ള 10⁹ അല്ലേ? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കണം? ജിഗ എന്ന് പറഞ്ഞാൽ 10⁹ ആണല്ലോ. 10⁹ എന്ത് ചെയ്യാം? 10⁵ ഇൻറ്റു 10⁶ എഴുതി കൂടെ? ഇത് മെഗാ അല്ലേ? ഇൻറ്റു 10⁵. എന്താണ്? ഇൻറ്റു 10⁵ മെഗാപാസ്കൽ. ഓക്കെ ആണല്ലോ. π² E. അപ്പോൾ 200 × 10⁵. E കിട്ടി. I എത്രയാണ്? I നമുക്ക് പറയാം. I/L². L എത്രയായിരുന്നു? 10,000. 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁴. 4 0 അല്ലേ ഉള്ളത്? അപ്പോൾ 4. 10⁴. എന്താണ് അതിൻ്റെ സ്ക്വയർ? ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോളം പറഞ്ഞു, റെക്ടാങ്കുലർ സെക്ഷൻ്റെ പറഞ്ഞു. PD³/12 അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ πd⁴/64. അതെങ്ങനെ വരും? സിലിണ്ടർ അല്ലേ? കോളമാണ്. കോളത്തിന് എന്തായിരിക്കും? πd⁴/64. മെയിനായിട്ട് ഈ 2 ഇക്വേഷനെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ PD³/12 അതേപോലെ πd⁴/64. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. π × ഇവിടെ ഡി എത്രയായിരുന്നു? ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 mm. ഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ 40 mm. 40mm⁴ / 64. അപ്പോൾ എന്താ കിട്ടുന്നുണ്ട്? I എത്ര കിട്ടുന്നുണ്ട്? 1256 63.7. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? mm⁴. d⁴ അല്ലേ? അപ്പോൾ mm⁴ വരും. ഇത് നമ്മൾ എന്തിലിട്ട് കൊടുക്കുക? ഇവിടെ ഐന് പകരം എന്തിട്ട് കൊടുക്കുക? ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P എന്ത് കിട്ടും? π² ഈ ഐൻ്റെ വാല്യൂ കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? π² × ഇത്. ഞാനിത് എഴുതണമെന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്താണ്? കാൽക്കുലേറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക 2480.50 N. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. ഈ ടേബിൾ, ഇതിൻ്റെ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്? ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റും. 7 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും മറക്കാതെ പഠിക്കുക. ഈ യൂളേഴ്സ് ഫോർമുല, അതായത് ഈ ടേബിളും യൂളേഴ്സ് ഫോർമുലേൻ്റെ ഇക്വേഷൻ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. തിൻ സിലിണ്ടറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാണ്? വെൻ ദ ഷെൽ ഈസ് ഫില്ലഡ് വിത്ത് ഫ്ലൂയിഡ് ഇറ്റ് വാൾ എക്സ്പീരിയൻസ് ഫോളോയിങ് ടെൻസൈൽ സ്ട്രെസ്. 2 സ്ട്രെസ്സുകളെ പറ്റി ഞാൻ പറഞ്ഞു. ഹൂപ്പ് സ്ട്രെസ് പറഞ്ഞാൽ നടക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ കട്ടാക്കുന്ന ഫോഴ്സാണ് എന്ത്?
ഇങ്ങനെ പിളർത്തുന്ന ഫോഴ്സാണ് എന്ത്, ഫെയിലിയർ ഉണ്ടാക്കുന്ന ഫോഴ്സാണ് എന്ത്, ഹൂപ്പ്. അതേപോലെ ഹൂപ്പ് ഓർ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ കാര്യം പറഞ്ഞു, പകുതിക്ക് ഫെയിലാവാൻ കാരണം, പകുതിക്ക് മുറിയാൻ കാരണമുള്ള ഫോഴ്സാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സ്. ഓക്കെ ആണല്ലോ. അത് പാരലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പാരലായിട്ടല്ലേ. ഓക്കെ ആണല്ലോ. ഇനി തിൻ സിലിണ്ടർ എന്തായിരുന്നു, തിൻ സിലിണ്ടർ എന്താണെന്ന് ആർക്കും അറിയാത്തില്ലല്ലോ. തിൻ സിലിണ്ടർ എന്തായിരിക്കും, ഡയമീറ്റർ ഇൻറ്റേർണൽ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 20 ടൈംസ് തിക്നെസ് ആണെങ്കിൽ എന്തായിരിക്കും, വലിയ സിലിണ്ടർ. അതായത് ഭയങ്കര ഡയമീറ്ററുള്ള സിലിണ്ടറിൻ്റെ പേരാണ് തിൻ സിലിണ്ടർ. തിക്നെസ് വളരെ കുറവല്ലേ ഡയമീറ്ററിന് വെച്ച് നോക്കുമ്പോൾ, അതാണെന്ത്, തിൻ സിലിണ്ടറിക്കൽ ഷെല്ല്. ഇത് മറക്കരുത് കേട്ടോ, തിൻ സിലിണ്ടറിക്കൽ ഷെല്ല്. ക്വസ്റ്റ്യനിലില്ല, എന്നാലും നിങ്ങളിത് ഓർത്ത് വെക്കുക. ഓക്കെ. ഈ പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർ ക്വസ്റ്റ്യൻ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കി നമുക്ക് പിന്നീട് ഉള്ള മൊഡ്യൂളുകളിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, എല്ലാവരും മോഡൽ എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഓർ ക്വസ്റ്റ്യൻ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കി ഉള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർ ഒഴിവാക്കാനുള്ളത് 6x7, അതായത് 42 മാർക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. പാർട്ട് സി എന്നിട്ട് ഏതാണ് നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ, അതിൻ്റെ നമ്പർ ഇടാൻ ഒരിക്കലും മറക്കരുത്. 1 കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ഇടയിൽ ഓർ ഇട്ടിട്ടുണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് എഴുതാമെന്നാണ് അർത്ഥം. ഓക്കെ. ഇപ്പോൾ 3 or 4 ഓക്കെ ആണല്ലോ. ഒന്നുകിൽ 3 എഴുതാം, അല്ലെങ്കിൽ 4 എഴുതാം. 5 or 6 കണ്ട ഓർ സെൻറ്ററിൽ ഓർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിലുള്ള ക്വസ്റ്റ്യനോ താഴെയുള്ള ക്വസ്റ്റ്യനോ നമ്പർ ഇട്ട് എഴുതുക. ഓക്കെ. ഇതെന്ത് ചെയ്യരുത്, നിങ്ങൾ മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെയാണ് ആൻസർ ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ ഒരിക്കലും എഴുതരുത്. വേറെ പോർഷൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ആൻസർ ഷീറ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതുക, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടാനും മറക്കാതിരിക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഞാൻ കുറേ നേരമായി പറഞ്ഞു, എന്ത്, ഗിവൺ തന്നിട്ടുള്ള കാര്യങ്ങൾ. പ്രോബ്ലത്തിൻ്റെ കേസിൽ എന്താണ് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഡയമീറ്റർ തന്നിട്ടുണ്ട് 14 mm, ലെങ്ത്ത് തന്നിട്ടുണ്ട് L എത്ര 200 mm, ഇലോങ്ങേഷൻ എത്ര തന്നിട്ടുണ്ട്, ഇലോങ്ങേഷൻ Δl = 0.2 mm. എന്താണ് ടെൻസൈൽ ലോഡ് എന്താണ് ടെൻസൈൽ ലോഡ് P = 40 kN, അല്ലെങ്കിൽ 40 × 10³ N. ഓക്കെ ആണല്ലോ. ഇതിലൊന്നും ഡൗട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി എന്താണ്, ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടാത്തൊരു ഇക്വേഷനാണ് എന്ത്, ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ PL/AE. ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ എന്താ, PL/AE. അതെങ്ങനെ വന്നു, P/E എന്താണ്, സ്ട്രെസ് അല്ലേ, സ്ട്രെയിൻ എന്താണ്, Δl/L അല്ലേ, സ്ട്രെയിൻ സിലോൺ. അപ്പോൾ ഈ എന്ത് കിട്ടും, യങ്സ് മോഡുലസ് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, P/A / Δl/L അല്ലേ. അപ്പോൾ എന്തായിരിക്കും, റെസിപ്രോക്കൽ ഉണ്ട്, ഇൻറ്റു ചെയ്യുമ്പോൾ PL/A Δl ഇങ്ങനെയാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് Δl മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, Δl മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ Δl = PL/AE. ഓക്കെ ആണല്ലോ. ആരും മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് ചെയ്യാം. ഇവിടെ വേണ്ട ഇക്വേഷൻ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ ആണ് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് എന്താ നോക്കുക, ഫൈൻഡ് യങ് മോഡുലസ്. ഈ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് ഈ മുകളിലേക്ക് പോയി എന്ത് പറ്റും, E = PL/A Δl. ഓക്കെ. P തന്നിട്ടുണ്ട് എത്രയാണ്, 40 × 10³ ലെങ്ത്ത് എത്രയാണ് 200. Δl എത്രയാണ്, A എത്രയാണ്, A എങ്ങനെ കിട്ടും, ഡയമീറ്ററാണ് തന്നിട്ടുള്ളത്. പൈ ഇൻറ്റു ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇനിയും അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാകരുത്. π/4d². ഒരിക്കലും അറിയാത്തവരുണ്ടാകരുത്. π/4d². ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ് അതൊക്കെ, ബേസിക് ഇക്വേഷനാണ്. π/4 ഇൻറ്റു എന്താണ് d². ഇവിടെ d എത്രയാണ് 14 അല്ലേ, π/4 × 14². ഓക്കെ ആണല്ലോ. Δl തന്നിട്ടുണ്ട് എത്രയാണ് 0.2. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക, ഉത്തരം നോക്കുക. കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് വേറെ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത്. ഇതിന് ആൻസർ എന്താ വരുന്നത്,
259,844.8 Newton/mm² എന്ന് വരുന്നുണ്ട്. ഓക്കെ, യൂണിറ്റിൻ്റെ കാര്യം ആരും മറക്കരുത്. ഈൻ്റെ യൂണിറ്റ് എന്താണ്? Newton/mm². ഈൻ്റെ യൂണിറ്റ്, അതായത് ഈ എന്താണ്? യങ്സ് മോഡുലസ് അല്ലേ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിനിന് എന്തില്ല, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? Newton/mm² അല്ലെങ്കിൽ Newton/m². എന്താണ്? P/A അല്ലേ, ന്യൂട്ടൺ. ഇതിൻ്റെ ഏരിയൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? mm². അങ്ങനെയാണ് ഇത് വന്നത്. സ്ട്രെയിനിന് എന്തില്ല, സ്ട്രെയിൻ ΔL/L. രണ്ടും ലെങ്ത്താണ്, രണ്ട് സൈഡും ലെങ്ത്താണ്, കട്ടായി പോയി. നോ യൂണിറ്റ്. ഇതിലാർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അതേപോലെ എന്താണ് ഇതിൻ്റെ യങ്സ് മോഡുലസ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെ വരും, Newton/mm². യൂണിറ്റ് ഒരിക്കലും മറക്കരുത്. ഇതിലെല്ലാവരും നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യന് 3, 4 ഓർ ക്വസ്റ്റ്യനാണ്. ഞാൻ രണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് അല്ലെങ്കിൽ നാലാമത്തത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ലോഡ് ഡയഗ്രാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ലോഡ് ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്, എടുത്ത് എഴുതുക. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാവരും നോക്കുക. ഇവിടെ എങ്ങനെയാണ് നടുക്ക് എന്തുണ്ട്? 5 kN 3 kN എന്നുള്ള 2 പോയിൻ്റ് ലോഡ് ഉണ്ട്. ഈ പോയിൻ്റ് ലോഡ് വരുന്ന സ്ഥലം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഡോട്ടർ ലൈൻ മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. ലോഡ് വരുന്ന സ്ഥലത്തൊക്കെ ഡോട്ടർ ലൈൻ മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ഇതെന്താണ്? നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് അല്ലേ. ഇതിന് മുമ്പ് നമ്മൾ 3 മാർക്കിലും ഡിസ്കസ് ചെയ്തതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? RA+RB ടോട്ടൽ മുകളിലേക്കുള്ള ഫോഴ്സ് എത്രയാണ്? RA+RB. ഇതെന്താണ്? RA. ഇവിടെ എന്താണ്? RB. ഓക്കെ ആണല്ലോ. RA+RB എന്താ? 5+3 പ്ലസ് എന്താണ്? ടോട്ടൽ താഴേക്കുള്ള ഫോഴ്സ് എന്തൊക്കെയാണ്? 5 kN ഉണ്ട്, 3 kN ഉണ്ട്. ഇനി നടക്കുന്നുണ്ട് ഈ 2 kN/m എന്തുണ്ട്? 4 മീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 2 × 4 എത്രയാണ്? 2 × 4 8. അപ്പോൾ എത്ര കിട്ടും? RA+RB = 5+3 8 × 16 kN. ഓക്കെ ആണല്ലോ. 16 kN. ഇനി എന്ത് ചെയ്യുക? ഇനി ബെൻഡിങ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക. RAയും RBയും സെപ്പറേറ്റ് കിട്ടും. ബെൻഡിങ് മൊമെൻറ്റ് നോക്കുക. ബെൻഡിങ് മൊമെൻറ്റ് എല്ലാവരും ബെൻഡിങ് മൊമെൻറ്റ് നോക്കുക. ബെൻഡിങ് മൊമെൻറ്റ് കാണും. ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ കാണും? RA എന്നുള്ള പോയിൻറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. എന്നിട്ട് ബാക്കിയുള്ള RA എന്നുള്ള പോയിൻറ്റ് ഒരു ഹിഞ്ച് ജോയിൻറ്റ് പോലെ RA കോൺസ്റ്റൻ്റായി നിൽക്കുകയെന്ന് വിചാരിക്കുക. RA എന്നുള്ള പോയിൻറ്റ് കോൺസ്റ്റൻ്റായി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ബാക്കി നോക്കുക. RA എന്നുള്ള പോയിൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? RB എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? RB മുകളിലോട്ടല്ലേ. RB കാരണമായിട്ടുള്ള മൊമെൻറ്റ് എങ്ങോട്ടാണ്? RB എന്നുള്ള ഫോഴ്സ് മുകളിലോട്ട് ഇതിനെ ടേൺ ചെയ്യാണ്. ഈ സാധനത്തിന്, ഈ ബീമിനെ RB മുകളിലേക്ക് ടേൺ ചെയ്യാണ്. എത്ര ഡിസ്റ്റൻസിലാണ്? RB × 10. ഓക്കെ ആണല്ലോ. RB × 10 അതെങ്ങോട്ടാണ്? മുകളിലോട്ട്. ബാക്കിയുള്ളതിൻ്റെ കാരണമായിട്ടുള്ള മൊമെൻ്റൊക്കെ താഴോട്ടാണ്, ഇങ്ങോട്ടല്ലേ. ഇത് ഇവിടെ സെൻറ്ററാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു. താഴോട്ട്. ഇതൊക്കെ ഇതെന്താണ്? ഇതൊരു ഹിഞ്ചാണ് വിചാരിക്കുക. ഇതൊക്കെ ഇതിനെ താഴോട്ട് ടേൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ മുകളിലോട്ടുള്ള ഒന്നല്ലേ ഉള്ളൂ, അതിന് ഈക്വൽറ്റിൻ്റെ ഒരു സൈഡിൽ എഴുതി. ഇനി അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെ ചെയ്താൽ ആ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഫോഴ്സുകൾ ഫുൾ ചെയ്താൽ 5 × 5 എന്നുള്ള ഫോഴ്സ് എത്ര ഡിസ്റ്റൻസിലാണ്? 2. 5 × 2 പ്ലസ് ഈ 3 എത്രയിൽ ആക്ട് ചെയ്യുന്നത്? 3 എത്ര ഡിസ്റ്റൻസിലാണ്? 6ൽ. 3 × 6 പ്ലസ് ഇനി എന്താണ്? ഈ 2 kN/m. അത് മൊത്തം 4 മീറ്ററിലല്ല അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം എത്ര ഫോഴ്സ് ഉണ്ടാവും? 2 × 4 8 ഉണ്ടാവില്ലേ? 8 ഉണ്ടാവും. അത് എത്രയാണ് ആക്ട് ചെയ്യുക? സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നു. അതിൻ്റെ സെൻറ്ററിലേക്ക് എത്ര ദൂരമുണ്ട്? 2ഉം 4ൻ്റെ പകുതി 2ഉം. അപ്പോൾ എത്ര? 4. അപ്പോൾ ഉത്തരം എന്ത് വരും? 10 + 18 എത്രയാ? 28. 28 + 32. 28 + 32 വരും. എത്ര വരും? ആൻസർ എത്ര വരുന്നത്? 28 + 32 എത്ര വരുന്നുണ്ട്? 60 വരും.
60. RB × 10 = 60. RB എത്ര വരും? 6 കിലോ ന്യൂട്ടൺ. RB 6 കിലോ ന്യൂട്ടൺ എന്നറിയാലോ. അപ്പോൾ RA എന്ത് കിട്ടും? RA + RB 16 അല്ലേ? RA + RB 16 കിലോ ന്യൂട്ടൺ ആണ്. RB എന്ത് കിട്ടി? 6 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ RA എന്തുണ്ടാവും? 10 കിലോ ന്യൂട്ടൺ. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. നേരത്തെ പറഞ്ഞ എന്താണ്? ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. ഈ സൈഡിൽ നോക്കുക. ഈ സൈഡിൽ എന്താ ഉള്ളത്? ഒരു സൈഡിൽ എന്താ ഉള്ളത്? RB. ഇവിടെ RB അല്ലേ ഉള്ളത്? RB മുകളിലോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? സൈൻ കൺവെൻഷൻ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സൈൻ കൺവെൻഷൻ മുകളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവിലേക്ക് പോകുന്നു, താഴോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവിലേക്ക് പോകുന്നു. ഇവിടെ എന്താണ്? ഫോഴ്സ് മുകളിലേക്കല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്നു, 0 നിന്ന് താഴോട്ട് പോയി. എത്ര? RBൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? RBൻ്റെ വാല്യൂ 6 അല്ലേ? 6 താഴോട്ട് പോയി. ഇനി എന്താണ്? പോയിൻ്റ് ലോഡാണ്, ഒരു മാറ്റമില്ല. ഒരു മാറ്റവുമില്ല, നേരെ പോകുന്നു. ഇനി എന്താണ്? ഇത് മുതൽ എന്താണ്? ഇവിടെ എന്തുണ്ട്? ഈ പോയിൻ്റിൽ എന്തുണ്ട്? ഈ പോയിൻ്റിലൊരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് എത്ര? 3 കിലോ ന്യൂട്ടൺ. 3 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. അപ്പോൾ മുകളിലേക്ക് 3, ഒന്ന് ഇങ്ങോട്ട് 3 വന്നു, ഇവിടെ എത്തി. ഇനി എന്താണ്? കണ്ടിന്യൂസ് UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരയ്ക്കുന്നു. UDL അല്ലേ? UDL എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ വരില്ല, ഇൻക്ലൈൻഡ് ലൈനായിരിക്കും വരിക. ഇത് എവിടെ വന്ന് മുട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് എവിടെ വന്ന് മുട്ടുക? അതെങ്ങനെ നമ്മൾ അറിയും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയെന്ന് എങ്ങനെ നോക്കും? അത് നോക്കുക, എല്ലാവരും നോക്കുക. 2 × 4 എത്രയാണ്? 8 ആണുള്ളത്. ഇപ്പോൾ നമ്മൾ -3 നിൽക്കുന്നുണ്ട്. ഇവിടെ 3, അപ്പോൾ നമ്മൾ 3 കുറയും. 8 അല്ലേ മൊത്തമുള്ളത്? അപ്പോൾ 3 പോയി. ഇനി എത്ര ബാക്കിയുള്ളത്? 5 ഇവിടെ വരും. ഓക്കെ ആണല്ലോ? 5 നിന്നു. ഇനി എന്ത് ചെയ്യുക? ഈ 5ൻ്റെ ഇവിടെ നോക്കുക. ഇവിടെ എന്തായാലും ഒരു പോയിൻ്റിലൂടെ ഉണ്ട്. അത് എത്രയാണ്? 5. മുകളിലേക്ക് വന്ന് ഇവിടെ എത്തും. അപ്പോൾ ഇത് മൊത്തം എത്രയായി? 5 എത്രയായി? 10 ആയി. ഇവിടെ എത്തിയാൽ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക എത്ര ഉള്ളത്? ഒരു ഫോഴ്സ് ഉണ്ട്. എത്രയാണ്? 6 എന്നുള്ള ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയി. ഓക്കെ ആണല്ലോ? 6 തന്നിട്ടുണ്ട്, 10. രണ്ടും കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഈക്വലാണ്. ഇതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക? ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാണ്. ഇത് മൊത്തത്തിലുള്ളതിൻ്റെ പറയുന്ന പേരാണെന്ത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം, SFD. ഇതിൽ ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഇനി കാണേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹാപ്പി ഫേസ് ആണ്. ഹാപ്പി ഫേസ് ആകുമ്പോൾ എന്തായിരിക്കും? മുകളിലേക്കായിരിക്കും സൈൻ കൺവെൻഷൻ. ഇങ്ങനെ ആകുമ്പോൾ പോസിറ്റീവ്, ഇങ്ങനെ ആകുമ്പോൾ നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഷിയർ ഫോഴ്സ് 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം. ഇവിടെ എന്തായിരിക്കും? ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? കാരണം എന്താ? അത് ഞാൻ നേരത്തെ ടേബിൾ ഇട്ടുകൊണ്ട് പറഞ്ഞത് SFD, BMD. SFD സ്ട്രെയിറ്റ് ആണെങ്കിൽ BMD ഇൻക്ലൈൻഡ്. SFD ഇൻക്ലൈൻഡ് ആണെങ്കിൽ BMD കർവ്. ഓക്കെ ആണല്ലോ? ഇവിടെ എന്താണ്? ഇനി ഇതിൻ്റെ വാല്യൂസ് കണ്ടെത്തണം. ഇവിടെയുള്ള വാല്യൂ കിട്ടിയിട്ടില്ല, ഇവിടെയുള്ള വാല്യൂ അറിയില്ല, മാക്സിമം വാല്യൂ അറിയില്ല. ഈ വാല്യൂ എന്തായിരിക്കും? രണ്ട് സൈഡിലും എന്തായിരിക്കും? ഈ പോയിൻ്റ് തന്നെ നോക്കുകയാണെങ്കിൽ 0 അല്ലേ? ഇനി എന്താണ്? ഓരോ സൈഡിലേയും നോക്കുക. D എന്നുള്ള പോയിൻ്റ് ABCD കൊടുക്കുക. ABCDE. ഓക്കെ ആണല്ലോ? ഇവിടെ C, ഇവിടെ D. ഓക്കെ ആണല്ലോ? ABCDE. ഓരോ പോയിന്റിലുള്ള വാല്യൂസ് കാണുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? D എന്നുള്ള പോയിന്റിൽ എങ്ങനെ കാണും? D എന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് നോക്കുക.
മെയിൻ ഫിഗർ നോക്കുക, ഡി എന്നുള്ള പോയിൻ്റ് എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് എല്ലാം നോക്കുന്നത്. അപ്പോൾ എന്താണ് ബാക്കിയുള്ളത് മറച്ച് പിടിക്കുക. ഈ ഭാഗം എന്ത് ചെയ്യുക, ഈ ഭാഗം ക്ലോസ് ആക്കിയിട്ട് പിടിക്കുക. ഈ സൈഡ് മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെയുള്ളത്, ഡി എന്നുള്ള പോയിൻ്റ് ഫിക്സ് ആക്കി നോക്കുക. ആകെ ഒരു ഫോഴ്സേ ഉള്ളൂ, ബി എത്രയാണ് 6 അല്ലേ, ആർ ബി എത്രയാണ് 6. ആർ ബി എന്നുള്ളത് എത്ര ഡിസ്റ്റൻസിലാണ് 4. അപ്പോൾ എത്രയാണ് 6 × 4 എം ഡി = 6 × 4 എത്രയാണ് 24 കിലോ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇത് യൂണിറ്റ്. ഇനി സി എന്നുള്ള പോയിൻ്റ് എല്ലാവരും നോക്കുക. സി എന്നുള്ള പോയിൻ്റ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. സി എന്നുള്ള പോയിൻ്റ് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ലോഡുണ്ട്, ബി വരെ നോക്കുക. ആദ്യം എന്താ ഉള്ളത്, ആർ ബി എത്ര ഡിസ്റ്റൻസിലാണ് 4. 6 × 4 4 8ആണുള്ളത്. ആർ ബി എത്ര ഡിസ്റ്റൻസിലാണ് 4 + 4 8. ആർ ബി × 8. അപ്പോൾ ആർ ബി എത്രയാണ് 6 × 8. ഇനി എല്ലാവരും നോക്കുക, ഈ ആർ ബി എന്നുള്ളത് താഴെ മുകളിലോട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവായിട്ട് എടുത്തു. ഇനി മുകളിൽ നിന്ന് താഴോട്ടുള്ള എന്ത് ചെയ്യണം, അപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ ഉള്ളത്, 3 എത്ര ഡിസ്റ്റൻസിലാണ്, സി എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ 3 കിലോ ന്യൂട്ടൺ എത്ര ഡിസ്റ്റൻസിലാണ് 4. അപ്പോൾ 3 × 4 മൈനസ് 3 × 4 മൈനസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ 5 എന്നുള്ള എത്ര ഡിസ്റ്റൻസ്, 5ൻ്റെ ഇല്ല, 3 × 4 നമ്മൾ എഴുതിയെന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്താ ഉള്ളത്, ഇനി ഇവിടെ എന്താ ഉള്ളത്, കണ്ടിന്യൂസ് ലോഡായ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അത് എത്രയിലാണ്, അത് ഇതിൻ്റെ സെൻട്രലാണ് ആക്റ്റീവ് നമ്മൾ അസ്യൂം ചെയ്യും. 2 × 4 അതായത് 8 എത്രയിലാണ്, 4ൻ്റെ പകുതിയിൽ. 8 × 2 × 4 അതായത് 8 എത്രയിലാണ്, 4ൻ്റെ പകുതി. 8 × 4ൻ്റെ പകുതി 2. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, +20 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ ആണല്ലോ. അതെന്താണ് +2, കാരണം എന്താ, നമ്മൾ മുകളിലോട്ട് പോസിറ്റീവും, മുകളിലോട്ടുള്ളത് പോസിറ്റീവും താഴോട്ടുള്ള നെഗറ്റീവായിട്ട് എടുത്തത്. അപ്പോൾ പോസിറ്റീവാണ് കിട്ടിയത്, അപ്പോൾ മുകളിലേക്കായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. BME അതായത് മാക്സിമം ലോഡ് നോക്കുക. ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം എത്രയിലാണ്, ഇയിലാണ് ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. അതേതാ പോയിൻ്റ്, ഇ എന്നുള്ള പോയിൻറ്റിൻ്റെ ഒരു സൈഡ് മാത്രം നോക്കുക. ഈ സൈഡ് മാത്രം നോക്കുക, മറ്റേ സൈഡ് നോക്കരുത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്, 3 കിലോ ന്യൂട്ടൺ ഉണ്ട്, അതേപോലെ ഇത്രയും ദൂരം കണ്ടിന്യൂസ് ലോഡും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുള്ളത്, അതേപോലെ എന്തുണ്ട്, 3 ഉണ്ട്, അതേപോലെ ആർ ബി ഉണ്ട് നോക്കുക. അപ്പോൾ ME എങ്ങനെ ഉണ്ടാവും, 6. ആർ ബി എത്ര ഡിസ്റ്റൻസിലാണ് നോക്കുക. ആർ ബി എത്ര ഡിസ്റ്റൻസിലാണ്, ഈ പകുതിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസാണ്, 2 + 4 6 അല്ലേ. 6 × ഈ എന്നുള്ള പോയിൻ്റ് കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എന്നുള്ള പോയിൻ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു, സെൻറ്ററിലായിരുന്നു. ഇവിടെ കണ്ടീഷൻ വേറെയാണ്. രണ്ട് സൈഡിലും ഫോഴ്സ് മാറ്റമുണ്ട്. അതുകൊണ്ട് എന്താണ്, രണ്ട് സൈഡിലും ഫോഴ്സ് മാറ്റമുണ്ടായതുകൊണ്ട് എന്നുള്ള പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിലാവണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എന്നുള്ള പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലെ കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, 0 എന്ന് കൊടുത്തിട്ട് നമ്മൾ കാണണം. ഓക്കെ ആണല്ലോ. FE = 0 നോക്കുക. അപ്പോൾ എങ്ങനെ വരും, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ മതി. എന്താണ്, -6 + 3. ആദ്യം താഴോട്ട് പോയി -6 + 3 പ്ലസ് എന്താണ്, ഇത്ര ഡിസ്റ്റൻസിൻ്റെ ഇത് നോക്കുക. ഇത്ര ഡിസ്റ്റൻസിൽ എന്താ ഉള്ളത്, കണ്ടിന്യൂസ് ലോഡല്ലേ, 3 × എത്രയായിരുന്നു, മുകളിലോട്ട് 6 -3 പ്ലസ്, എല്ലാവരും നോക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. -6 + 3 -6 ആയി +3 പ്ലസ് എന്തുണ്ടാവും, 2 ×
ഇത് എത്ര ഡിസ്റ്റൻസിലാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് എക്സ് ആയിട്ട് എടുക്കുക. ഇത് എക്സ് ആയിട്ട് എടുക്കുക. മൊത്തം ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് മൊത്തം എക്സ് ആയിട്ട് എടുത്തല്ലോ. മൊത്തം എക്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇത് 4 മീറ്റർ അല്ലേ, നോക്കുക, ഇത് 4 അല്ലേ സൈഡ്. അപ്പോൾ എന്തായാലും എക്സ് മൈനസ് ഇത് മൊത്തം എക്സ് ആണ്. ഇത് 4 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും, എക്സ് മൈനസ് 4 എത്ര ഡിസ്റ്റൻസിലാണ്, എക്സ് മൈനസ് 4 ഡിസ്റ്റൻസ് എത്ര, കണ്ടിന്യൂസ് ലോഡ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ ഉള്ളത്. ഇതെന്തായിരിക്കും, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും. നമ്മൾ ഈ പോയിന്റിലെത്തുമ്പോഴത്തിന് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ എന്നുള്ള പോയിന്റ് കിട്ടും. എത്ര, -6 + 3 എത്ര, -3 + 2x - 8 = 0. ഓക്കെ അല്ലേ. -8 - -3 എത്ര, 2x - 11 = 0. x = 11/2 = 5.5. ഓക്കെ അല്ലേ, 5.5 മീറ്റർ. x = 5.5 മീറ്റർ. മൊത്തം എത്രയാണ്, മൊത്തം 5.5. x = 5.5 എന്ന് കിട്ടി. അപ്പോൾ x - 4 എന്ത് കിട്ടും, ഇത്ര ഡിസ്റ്റൻസ് എത്ര കിട്ടും, 1.5. ഓക്കെ അല്ലേ, 1.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.5ലാണ് എന്ത് കിട്ടി, മാക്സിമം കിട്ടാൻ കിട്ടി. ഓക്കെ ആണല്ലോ. ഇത് 1.5 ആണ് കിട്ടി. ഇനി അവിടെയുള്ള എന്ത് കാണണം, ബെൻഡിങ് മൊമെൻറ്റ് കാണണം. ഇനിയാണ് നമ്മൾ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കാണേണ്ടത്. എം ഇ എങ്ങനെ കിട്ടും, ആ പോയിൻ്റ് എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. എന്നുള്ള പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഇവിടെ നിന്നിട്ട് 1.5 എന്തൊക്കെയാണ് ഈ സൈഡിലോട്ടുള്ളത് നോക്കുക. ബി ഉണ്ട്, എത്രയാണ്, 4 + 1.5 എത്ര, 5.5ൽ ഒരു ബി ഉണ്ട്. ബി എത്രയായിരുന്നു, RB എത്രയായിരുന്നു, 6 × 5.5. ഓക്കെ അല്ലേ. അത് മുകളിലോട്ട്. ഇനിയുള്ളതൊക്കെ മുകളിലോട്ട്, അത് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്, താഴോട്ടല്ലേ, ഇതുണ്ട്, പിന്നെ എന്തുണ്ട്, ഇതിൻ്റെ ഒരു പകുതിയിൽ എന്തുണ്ടാവും, ഇത്രയും ഫോഴ്സ് കാരണമായിട്ടുള്ള UDLൻ്റെ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, 3 × 1.5 -3 × 1.5. ഓക്കെ അല്ലേ, മൈനസ്. ഇനി എന്താ ഉള്ളത് നോക്കുക, 1.5ൻ്റെ പകുതിയിൽ 1.5 × 2 ഉണ്ട്. 1.5 × 2 ഫോഴ്സ്, 1.5 × 2 എന്നുള്ള ഫോഴ്സ്, 1.5ൻ്റെ പകുതിയിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 26.25 kN/m. ഓക്കെ അല്ലേ. ഇതെല്ലാവരും കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. 2-3 വട്ടം കാണുക, പഠിക്കുക. ഇതൊരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഒഴിവാക്കരുത്. സുഖമായിട്ട് തൽക്കാലം നിങ്ങൾ ഇതെങ്കിലും ഒന്ന് വരച്ച് കഴിഞ്ഞാൽ, വാല്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്രമെങ്കിലും വരയ്ക്കാൻ നോക്കുക. ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് ഈ സിമ്പിൾ സൈൻ കൺവെൻഷനും ഈ ബോക്സ് മാത്രം അറിഞ്ഞാൽ മതിയാവും ഈ ഡയഗ്രാം വരയ്ക്കാൻ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും ഒന്ന് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു 4. ഞാനത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഓർ ക്വസ്റ്റ്യൻ ആണ് 4. ഇതിനും 7 മാർക്കാണ്. ഇത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ 7 മാർക്ക് കിട്ടും. ഇത് എക്സാമിന് ഫൈനൽ എക്സാമിന് എങ്ങനെ ചോദിക്കാമെന്നറിയില്ല. കഴിഞ്ഞ എക്സാമിന്, ഇപ്പോൾ മോഡൽ എക്സാമിന് ഈ 4 പോയിൻറ്റും പഠിച്ചാൽ 7 തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ നോക്കുക, ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് ഞാൻ പറഞ്ഞു എന്താണ്, ഷിയർ ഫോഴ്സ് 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ. രണ്ടാമത് എന്താണ്, കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പോകണം, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായിരിക്കും, മുകളിലേക്ക് പോകും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ, കിട്ടി. ഇനി മൂന്നാമത് നോക്കുക, SF ഗ്രാഫ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. എങ്ങനെ, കോൺസെൻട്രേറ്റഡ് ലോഡ്, 2 കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ 2 സൈഡ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ വന്ന് മുകളിലേക്ക് വന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി എന്താണ്, ദാറ്റ് ഈസ് വെർ ദർ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ദ ഷിയർ ഫോഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ കോൺസ്റ്റൻറ്റ് ലോഡ് പോയിൻറ്റ്സ്. കോൺസ്റ്റൻറ്റ് ലോഡ് ആകുമ്പോൾ സെൻറ്ററിലൊന്നും ലോഡില്ലാത്ത സ്ഥിതിക്ക് എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് ഡയഗ്രാം സ്ട്രൈറ്റ് ആയിരിക്കും. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം സ്ട്രൈറ്റ് ഇൻക്ലൈൻഡ് ലൈൻ എന്തായിരിക്കും, UDL ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്തായിരിക്കും, ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ. എന്ത് ചെയ്യുക, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. 6ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 6 മീറ്റർ. സ്പാൻ എത്രയാണ്, 6 മീറ്റർ. സിംപ്ലി സപ്പോർട്ടഡ് ബീം
യു ഡി എൽ ഉണ്ട് എത്ര 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു സെൻട്രൽ ലോഡുണ്ട്, സെൻട്രൽ പോയിൻ്റ് ലോഡുണ്ട്, എത്ര 12 കിലോ ന്യൂട്ടൺ. മാക്സിമം ഡിഫ്ലക്ഷൻ്റെ പോയിൻ്റ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? മാക്സിമം ഡിഫ്ലക്ഷൻ എങ്ങനെ വരിക? എല്ലാവരും ശ്രദ്ധിക്കുക. എവിടെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്തായിരിക്കും? മാക്സിമം ലോഡ് അപ്പോൾ എവിടെ കൊടുത്താലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക? സെൻട്രൽ കൊടുത്താലല്ലേ ഏറ്റവും ഡിഫ്ലക്ഷൻ വരിക. ഓക്കെ ആണല്ലോ? മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇനി കാണേണ്ടത്. ഗിവൺ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. 200 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട് എത്ര? 24 × 10⁶ mm⁴. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡിഫ്ലക്ഷൻ്റെ ടേബിൾ ഓർമ്മയുണ്ടല്ലോ? നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡിഫ്ലക്ഷൻ്റെ ടേബിൾ. നോക്കുക. ഡിഫ്ലക്ഷൻ്റെ ടേബിൾ നോക്കുക. ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്? ഡിഫ്ലക്ഷൻ ഇവിടെ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? സെൻട്രലൊരു ലോഡ് ഉണ്ടല്ലോ, WL3/48EI. ഓക്കെ അല്ലേ? പിന്നെ എന്താണ്? യു ഡി എൽ ഉണ്ട് 5WL/4/384EI. രണ്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം നമ്മൾ. ഓക്കെ അല്ലേ? അതിൽ ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആ ബോക്സ് അതേപോലെ ഞാൻ പറയുന്ന ഇക്വേഷന് മസ്റ്റായിട്ട് അറിയേണ്ട ഇക്വേഷൻസൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ വേറെ പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ ആണല്ലോ? എന്താണ് ഇവിടെ W തന്നിട്ടുണ്ട്. എത്ര? W 2 കിലോ ന്യൂട്ടൺ പെർ mm. ഓക്കെ അല്ലേ? ഇനി മാക്സിമം ഡിഫ്ലക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫ്ലക്ഷൻ എന്തൊക്കെ കൂടിയതാണ്? പോയിൻ്റിലോട് കാരണമായിട്ടുള്ള ഡിഫ്ലക്ഷൻ WL3/48EI പ്ലസ് യു ഡി എൽ കാരണമുള്ള എന്താണ്? 5WL/4/384EI. ഓക്കെ ആണല്ലോ? ആദ്യം പോയിൻ്റിലോട് നോക്കുക. 12 കിലോ ന്യൂട്ടൺ 12 × 10⁻³ ഇൻറ്റു L എത്രയാ? ലെങ്ത് എത്രയാ? ലെങ്ത് 6 അല്ലേ? ഇവിടെ എന്താണ് പോയിൻ്റ് ലോഡിലെ കാരണമായിട്ടുള്ള ഇത് നമ്മൾ WL3/48EI ആണ്. L എത്രയാണ്? 6000 ക്യൂബ് /48. തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 2 × 10⁵ ഇൻറ്റു എത്രയാ? തന്നിട്ടുണ്ട് 24 × 10⁶. ഓക്കെ അല്ലേ? ഇത് മാത്രമാണ് ഇത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. പ്ലസ് ഇനി എന്താണ്? 5WL/4 5 ഇൻറ്റു W എത്ര? ഇവിടെ എത്ര W നോക്കുക. 2. ഓക്കെ അല്ലേ? 2. ഓക്കെ അല്ലേ? ഇതിൽ L എത്രയാ? 6000 തന്നെ. 4. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ W അല്ല, ഇതിൽ W. രണ്ട് ലോഡ് മാറ്റുന്നുണ്ട്. യു ഡി എല്ലിൽ W അല്ല, പോയിൻ്റ് ലോഡ് W ഇതാണ്. യു ഡി എല്ലിൽ W എന്ന് പറയുന്നത് ഈ ഓരോ മീറ്ററിലും സപ്ലൈ ചെയ്ത ഇതാണ് എന്ത്? ഈ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, 384 എത്ര? 20 × 10⁵ ഇൻറ്റു 24 ഇൻറ്റു തന്നിട്ടുണ്ടല്ലോ. ആണ്, ഇത് ആണ്. ഓക്കെ, യും ഉത്തരം എന്ത് കിട്ടും? ഉത്തരം നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. കാൽക്കുലേറ്റർ ഇടുമ്പോൾ ബ്രാക്കറ്റൊക്കെ ഇട്ട് ചെയ്യുക. ഓരോന്ന് സെപ്പറേറ്റ് കണ്ടാലും വിഷയമല്ല. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അവസാനത്തെ ആൻസർ 18.28 mm ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കുക. 8th ക്വസ്റ്റ്യൻ.
8th ക്വസ്റ്റ്യനിൽ എന്താണ് സ്പ്രിങ് ആണ് ചോദിച്ചത്. ക്ലോസ് കോയിൽഡ് സ്പ്രിങ് ആണ്. സ്പ്രിങ് എന്നുള്ള പോർഷനിൽ എന്തൊക്കെയുള്ളത്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ റിലേഷൻ എന്താണ്? ഡയമീറ്റർ ഓഫ് ഈച്ച് കോയിൽ. ഇതാണെന്ത്? കോയിൽ ഡയമീറ്റർ ഡി, ക്യാപിറ്റൽ ഡി. എന്തായിരിക്കും? ഇതിൻ്റെ ഡയമീറ്റർ എന്താണ്? സ്മോൾ ഡി. അതിൻ്റെ റിലേഷൻ തന്നിട്ടുണ്ട് 10 ടൈംസ് സ്മോൾ ഡയമീറ്റർ. ഇതെല്ലാവർക്കും ഈക്വലാണ് കത്തിയല്ലോ. സ്മോൾ ഡി എന്തായിരുന്നു കത്തിയല്ലോ? ഡയമീറ്റർ ഓഫ് ഈച്ച് കോയിൽ, അതായത് ക്യാപിറ്റൽ ഡി 10 ടൈംസ് ദാറ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ദ വയർ ഓഫ് ദ സ്പ്രിങ്, അതായത് 10 സ്മോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി. ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു എത്ര? 60 Nm/mm². മാക്സിമം ഷിയർ സ്ട്രെസ് ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ആണല്ലോ തന്നിട്ടുള്ളത്. ഡിഫ്ലക്ഷൻ എത്രയാണ്? 10 cm, അതായത് 100 mm. ഓക്കെ ആണല്ലോ. ഇനി എന്താ തന്നിട്ടുള്ളത്? ലോഡ് എത്രയാണ്? ലോഡ് നമ്മൾ WP എന്നൊക്കെ പറയും. W എന്താണ്? 400 ന്യൂട്ടൺ. ഓക്കെ അല്ലേ. ഷിയർ മോഡുലസ് G എത്ര എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഷിയർ മോഡുലസ് ആണ് G. യങ്സ് മോഡുലസ് E. ഓക്കെ ആണല്ലോ. 9 × 10⁴ Nm². ഡയമീറ്റർ ഓഫ് ദ കോയിൽ ചോദിച്ചിട്ടുണ്ട്, D ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എന്താണ്? നമ്പർ ഓഫ് കോയിൽ N ചോദിച്ചിട്ടുണ്ട്. എനർജി സ്റ്റോർഡ് ചോദിച്ചിട്ടുണ്ട്, E ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പ്രിങ്ങിലാകെ നമ്മൾ പഠിക്കേണ്ട 3 ഇക്വേഷനാണ്. എന്തൊക്കെയാണ്? മാക്സിമം ഷിയർ സ്ട്രെസ്സിനുള്ള ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു 16 WR/πd³. ഓക്കെ അല്ലേ? ഇതാരും മറന്നു പോകരുത്. ഓക്കെ അല്ലേ. ഇനി എന്താണ്? ഡിഫ്ലക്ഷനുള്ള ഇക്വേഷൻ മാക്സിമം ഷിയർ സ്ട്രെസ്. ഇനി എന്താണ്? ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്തായിരുന്നു? 64 WR³ ഓക്കെ അല്ലേ. ഇനി എന്താണ്? എനർജി സ്റ്റോർഡ് ഈക്വൽ ടു E ഈക്വൽ ടു ½ W∆, അതായത് W എന്ന് പറഞ്ഞാൽ ലോഡ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ കേട്ടോ, അവർ മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ഡയമീറ്റർ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റത്തെ ടോ ഈക്വൽ ടു 16 WR/πd³ അല്ലേ. ഇതിന് ഷിയർ സ്ട്രെസ് കണ്ടൂടെ? ഷിയർ സ്ട്രെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ ഡയമീറ്റർ കിട്ടൂലേ? D³ ഈക്വൽ ടു 16 WR/π ഓക്കെ അല്ലേ. 16 W എത്ര? W 400. ലോഡ് തന്നിട്ടുണ്ടല്ലോ. ഇനി R എന്താണ്? അതാണ് ഇവിടെ പലർക്കും സംശയം ഉണ്ടാവും. R എന്താണ്? 10D. ക്യാപിറ്റൽ D ഈക്വൽ ടു 10D. അപ്പോൾ R എന്തായിരിക്കും? 5D. ഓക്കെ അല്ലേ. ഓക്കെ. പൈ ഇൻറ്റു ഷിയർ സ്ട്രെസ് എത്രയാണ് തന്നിട്ടുള്ളത്? ഷിയർ സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 60 Nm/mm². ഓക്കെ. ഷിയർ സ്ട്രെസ് 60 അല്ലേ ടോ. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ്? D³ ഉണ്ട് ഇവിടെ. ഈക്വൽ 16 × 400 × 5D/π × 60. എന്താണ്? രണ്ട് സ്ഥലത്തും D ഉണ്ട്. D ക്യാൻസൽ ചെയ്യും. D³ ഒരു Dയും പോയി. അപ്പോൾ എന്താണ്? ഇവിടെ D² വരും. D ഈക്വൽ ടു എന്താണ്? √16 × 400 × 5/60π. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് മറക്കരുത്. ഓക്കെ അല്ലേ. ഈ D എങ്ങനെ വന്നു? D² എന്താ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ. ഇതിന് ആൻസർ എത്ര കിട്ടുന്നുണ്ട്? D എത്ര കിട്ടുന്നുണ്ട്? 13.029 mm. 13 എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഇനി ഇവിടെ എന്തുള്ളത്? നമ്പർ ഓഫ് കോയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കിട്ടും? നമ്പർ ഓഫ് കോയിൽ ഏത് ഇക്വേഷൻ കിട്ടും? നമ്പർ
ഓഫ് കോയിൽ ഏത് ഇക്വേഷൻ കിട്ടും? ഇതിലല്ലേ നമ്പർ ഓഫ് കോയിൽ ഉള്ളത്? നമ്പർ ഓഫ് കോയിൽ ഇതിലല്ലേ ഉള്ളത്? ഈ ഇക്വേഷനിലല്ലേ ഉള്ളത്? ഡിഫ്ലക്ഷൻ എത്രയെന്ന് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് കോയിൽ കിട്ടും. ഡെൽറ്റ ഈക്വൽ ടു 64 WR³ ഡിവൈഡഡ് ബൈ G D⁴ അല്ലേ ഡെൽറ്റ. അപ്പോൾ നമുക്ക് n എങ്ങനെ കിട്ടും? ഡെൽറ്റ ഇൻറ്റു G ഇൻറ്റു D⁴ ഡിവൈഡഡ് ബൈ 64 WR³. പിന്നെ ഡെൽറ്റ എങ്ങനെ കിട്ടും? ഡെൽറ്റ എത്രയാണ്? ഡെൽറ്റ തന്നിട്ടുണ്ട് 100. ഓക്കെ, നമ്മൾ കിട്ടിയല്ലോ, 100 ആണെന്ന് കിട്ടിയില്ലേ ഡെൽറ്റ. G എത്രയാണ്? G ക്വസ്റ്റ്യനിലുണ്ട്. എത്ര? 9 ഇൻറ്റു 10⁴. G ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ അല്ലേ? 9 ഇൻറ്റു 10⁴ ഇൻറ്റു ഇവിടെ എന്തുണ്ട്? D⁴ ഉണ്ട്. അതുപോലെ 64 അടിയിൽ എന്താണ്? 64. W എത്രയാണ്? W ലോഡ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? W 400 അല്ലേ? R³ R എന്തായിരുന്നു? 5D. ഓക്കെ അല്ലേ? R 5D ആണ്. R 5D അല്ലേ? 5D R 5D. ഓക്കെ, അതിന് ക്യൂബ് ഇടുക. ഇനി എന്ത് പറ്റും? 100 ഇൻറ്റു 9 ഇൻറ്റു 10⁴ ഇൻറ്റു D⁴. ഓക്കെ അല്ലേ? 64 ഇൻറ്റു 400 ഇൻറ്റു 5³ ഓക്കെ, D³. ഇവിടെ 2 D⁴ D³ കട്ടായി പോലെ D മാത്രമാവും. n ഈക്വൽ ടു D നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടി. എത്ര? 13. D 13 കിട്ടി. അതെന്താ ചെയ്യുക? അതിലിട്ട് കൊടുക്കുക. 100 ഇൻറ്റു 9 ഇൻറ്റു 10⁴ ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 400 ഇൻറ്റു 5³ ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്ത് ആൻസർ കിട്ടും? 36.64 അല്ലെങ്കിൽ എന്താണ്? 37. n എന്താണ്? നമ്പർ ഓഫ് കോയിൽ അല്ലേ? നമ്പർ ഓഫ് കോയിൽ. അപ്പോൾ 37 കോയിൽ. അപ്പോൾ 37 കോയിലുണ്ട് എന്തിൽ? ഈ സ്പ്രിങ്ങിൽ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ചെയ്യാം. അടുത്ത തേർഡ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ കോയിൽ. ഈ കോയിൽ എന്താണ്? കോയിൽ കംപ്രസ് ആകുമ്പോൾ എന്തായിരിക്കും? അതിൽ എനർജി സ്റ്റോർഡ് ആവില്ലേ? സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ. സ്പ്രിങ് എനർജി സ്റ്റോർഡ് എത്രയാണ്? നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞത് ഇക്വേഷൻ പറഞ്ഞത് ½ W ഡെൽറ്റ. W ഡെൽറ്റ തന്നിട്ടുണ്ട്. W എത്രയാണ്? 400. ഡെൽറ്റ എത്രയാണ്? 100. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 400 പകുതി എത്ര? 200. 200 ഇൻറ്റു 2 ഇൻറ്റു 10⁴ ന്യൂട്ടൺ MO. ന്യൂട്ടൺ. ഓക്കെ, ഇനി എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 9th ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹോളോ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹോളോ കാസ്റ്റേൺ കോളമാണ് ചോദിച്ചിട്ടുള്ളത്. ഹോളോയുടെ പകുതി ഫുൾ ഡയമീറ്റർ എത്രയാണ്? 50. പകുതിക്ക് എത്രയാണ്? 40. ഇൻറ്റേർണൽ 40, പുറത്ത് 50. ലെങ്ത് ഓഫ് ദ കോളം എത്രയാണ്? 3 മീറ്റർ, അതായത് 3000 mm. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? ബോത്ത് എൻഡ് ഫിക്സഡ്. ഇത് നമുക്ക് ടേബിൾ നോക്കാനുള്ള ഹിൻ്റാണ്. ബോത്ത് എൻഡ് ഫിക്സഡ് എന്നുള്ളത് എന്താണ്? റാങ്കൈൻ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. റാങ്കൈൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. റാങ്കൈൻ എപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടാലും ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ എഴുതണം. σCA ഡിവൈഡഡ് ബൈ 1+A ഇൻറ്റു L/K (2). ഇത് എഴുതാൻ ഒരു മടിയും കാണിക്കണ്ട. റാങ്കൈൻ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതെടുത്ത് നിങ്ങൾ വേഗം എഴുതുക. പഠിച്ച് കൊണ്ടുപോയി ഇക്വേഷൻ ഇത് വേഗം എഴുതുക. P = σCA. σC എന്നുള്ളത് എന്തല്ല, ഇൻറ്റു ചെയ്യാനുള്ളതല്ല. സിഗ്മയുടെ നൊട്ടേഷനാണ് എന്ത്? C, അതായത് ക്രഷിംഗ് ലോഡ്. അതാണ് σC കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. σCA ഡിവൈഡഡ് ബൈ 1+A ഇൻറ്റു L/K (2).
തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാ സിഗ്മ സി തന്നിട്ടുണ്ട്. എത്രയാണ്? 550 Nm². ആൽഫ തന്നിട്ടുണ്ട്. റാങ്കൈൻസ് കോൺസ്റ്റൻ്റ് ആണ് ആൽഫ 1/1600. എന്താണ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ തന്നു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിറ്റർമൈൻ ദ ക്രിപ്ലിംഗ് ലോഡ് ബൈ യൂളേഴ്സ് ഫോർമുലയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതെന്താണ് ഈ ഇതിലെ പി എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് ബൈ റാങ്കൈൻ. ഈ റാങ്കൈൻ എല്ലാത്തിലും ഉപയോഗിക്കാം. അതാണ് മോഡിഫൈഡ് യൂളേഴ്സ് ഫോർമുലയാണ് എന്ത്? റാങ്കൈനിൽ പി നമുക്ക് കിട്ടണം. എന്താണ്? സിഗ്മ സി എ ഡിവൈഡഡ് ബൈ 1 + a ഇൻറ്റു L/k ദ ഹോൾ സ്ക്വയർ. സിഗ്മ സി കിട്ടുമല്ലോ, തന്നിട്ടുണ്ടല്ലോ. എ കിട്ടിയിട്ടില്ല. ഇത് തന്നിട്ടുണ്ട്. ഈ സ്മോൾ ലെറ്റർ എ തന്നിട്ടുണ്ട്. എൽ എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കെ കിട്ടിയിട്ടില്ല. ഇത് എന്തൊക്കെയാണ്? ആദ്യം എ കാണണം. ഹോളോ കോളല്ലേ? ഏരിയ എങ്ങനെ കിട്ടും? π/4 d² അല്ലേ ഏരിയ. ഇവിടെ ഹോളോ ആണല്ലോ. ഇവിടെ ഹോളോ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഹോളോ മാത്രമായിട്ട് എങ്ങനെ കാണാൻ പറ്റും? എല്ലാവരും നോക്കുക. ഇത് ഇത്രയുള്ള ഏരിയയാണ് ഹോളോ ഏരിയ എന്ന് പറയുന്നത്. ഈ സെൻറ്ററിലുള്ള ഇതെങ്ങനെ കിട്ടും? മൊത്തമുള്ള ഏരിയ, അതായത് മൊത്തത്തിൽ നിന്ന് എന്ത് കുറക്കുക? ഈ നടുക്കുള്ളതിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും പോർഷൻ്റെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അതെങ്ങനെ കിട്ടും? π/4 ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d². ഒരിക്കൽ മറന്നു വരുത്. π/4 ക്യാപിറ്റൽ D എത്ര? 50² മൈനസ് 40². ഓക്കെ അല്ലേ? π/4 50² മൈനസ് 40² എത്ര? ഏരിയ എത്ര കിട്ടി? ഏരിയ എത്ര? കാൽക്കുലേറ്ററിൽ കൊടുക്കുക, വാല്യൂ കാണുക. എത്ര? 706.85 mm². ഓക്കെ അല്ലേ? ഇനി എന്താണ്? എൽ എത്രയാ? ബോത്ത് എൻഡ് ഫിക്സഡ്. മുകളിലേക്ക് നോക്കുക. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എഴുതിയത് നോക്കുക. റാങ്കൈനിലും ബോത്ത്. ഇതെന്താണ്? ഇത് യൂളറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് കോളം ഇതെന്തിനാണ്? റാങ്കൈൻ ആൻഡ് യൂളർ. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? എന്താണ്? ബോത്ത് എൻഡ് ഫിക്സഡ്. എന്താണ്? സ്മോൾ l/2. ഓക്കെ ആണല്ലോ. അതിലൊരിക്കലും ഡൗട്ട് ഉണ്ടാവരുത്. ബോക്സ് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോവുകയും ചെയ്തു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്രയാണ്? l/2. ഇട്ട് കൊടുക്കുക. ഓക്കെ, L = L/2. എത്ര? എത്രയായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനിൽ? എത്രയായിരുന്നു L? ലെങ്ത് എത്രയായിരുന്നു? 3000/2 എത്ര? 1500 mm. ഓക്കെ, ആരും മറന്നു പോലെ എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഇപ്പോൾ ഏരിയ കിട്ടി, L കിട്ടി. ഇനി എന്താണ്? കെ കിട്ടണം. കെ എങ്ങനെ കിട്ടും? കെ എന്തായിരുന്നു? √i/a. കെ ഈക്വൽ ടു റൂട്ട് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടത് കെ ഈക്വൽ ടു √i/a. കെ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. കെ ഈക്വൽ ടു √i/a. ഐ എന്താണ്? ഐ ഈക്വൽ ടു KA² ആണ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. AK². ഐ ഈക്വൽ ടു AK². അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടേണ്ടത്. കെ ഈക്വൽ ടു √i/a. കെ എന്താണ്? √i/a. ഐ എങ്ങനെ കിട്ടും? ഐ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു. πd⁴/64 അല്ലേ? ഓക്കെ, π/64 ഇൻറ്റു d⁴/സ്മോൾ d⁴. എന്താണ്? ഹോളോ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ കിട്ടുന്നുണ്ട്? π/64 50⁻⁴ മൈനസ് 40⁻⁴. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. എത്രയാ? അപ്പോൾ കിട്ടേണ്ട വാല്യൂ എന്താണ്? അപ്പോൾ കിട്ടുന്ന വാല്യൂ നോക്കുക. എല്ലാവരും നോക്കുക. എത്രയാ? ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുക. എത്ര നോക്കുക. ഇതിൻ്റെ യൂണിറ്റ് ഒരിക്കലും മറക്കരുത്. mm⁴ ആണ്. ഓക്കെ, കെ എങ്ങനെ കിട്ടും? √i/a. ഏരിയ നമുക്ക് നേരത്തെ കിട്ടിയല്ലോ. 706.85 18 11 32.45. നമുക്കൊരു കേക്ക് കിട്ടും. ഒരു വാല്യൂ കിട്ടും. എന്താണ്? 16 mm. ഓക്കെ, ഇത് തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെന്ത് ചെയ്യുക? കാണുക. ഓക്കെ, ഇനി എന്താണ്?
ഇനി എന്ത് ചെയ്യുക, പി കാണുക. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് റീവൈൻഡ് അടിച്ച് ഒന്നും കൂടെ നോക്കുക. ഡൗട്ടുമായിട്ടിരിക്കരുത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ഏതാണ്ടൊക്കെ ഓരോ പാർട്ടൊന്നും ഒറ്റ ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. ഇതേപോലത്തെ വാല്യൂ മാറ്റങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ് ഇനി പി കാണുക. പി എത്രയാണ്? പി കാണുക. പി എത്രയാണ്? സിഗ്മാസി തന്നിട്ടുണ്ട് 550. ഓക്കെ അല്ലേ? ഇൻറ്റു 706.85 ഡിവൈഡ് ബൈ 1 പ്ലസ് എ എത്രയാണ്? എ അല്ലേ? റാങ്കൈൻസ് കോൺസ്റ്റൻറ്റ് എത്രയായിരുന്നു? 1/1600 ഇൻറ്റു എത്രയാണ്? 1500 ഡിവൈഡഡ് ബൈ 16 ഹോൾ സ്ക്വയർ. ഇതെത്രയാണ്? എല്. ഇതെന്താണ്? കെ. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. എന്നിട്ട് ആൻസർ ഇൻറ്റു എന്ത് ചെയ്യുക, ആൻസർ ഡിവൈഡ് ബൈ 1600 ചെയ്യുക. എന്നിട്ട് ആൻസർ പ്ലസ് 1 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ബ്രാക്കറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു തന്നത്. 598.73.35 ന്യൂട്ടൺ കിട്ടും. ഓക്കെ ആണല്ലോ? ഇതെല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുമെന്നോ നോക്കുക. കിട്ടണില്ലെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടാവും, എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? തിൻ സിലിണ്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. തിൻ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 1.25 മീറ്റർ. ഇൻറ്റേർണൽ പ്രഷർ എത്രയാണ്? പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 Nm². മാക്സിമം തിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 കണ്ടീഷനിൽ. ഏതൊക്കെ കണ്ടീഷന്? ഹൂപ്പ് സ്ട്രെസ് എത്രയാണ്? ഹൂപ്പ് സ്ട്രെസ്, രണ്ടാമത് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഇതാണെന്ത്? സർക്കംഫറൻഷ്യലാണെന്ത്? ഹൂപ്പ് എത്രയാണ്? 45 Nm²-ലേറെ കൂടാൻ പാടില്ല. 45 കൂടാൻ പാടില്ല. അപ്പം എന്ത് കിട്ടും? PD/2T ആണെന്ത്? ഹൂപ്പ് സ്ട്രെസ്. ഹൂപ്പ് സ്ട്രെസ് എത്രയായിരുന്നു? 45. ഇത് നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. ടി എങ്ങനെ കിട്ടും? ഇതിന്ന് ടി ഈസ് ഈക്വൽ ടു ഇതിന്ന് ടി എങ്ങനെ കിട്ടും? ടി മുകളിലേക്ക് പോയാൽ എന്താവും? PD/2 ഇൻറ്റു 45 വന്നില്ലോ. ഓക്കെ, പി എത്രയാണ്? 2 ഇൻറ്റു ഡി എത്രയാണ്? 1.25. 1.25 മീറ്ററാണ്. എന്താണ്? 1250 mm ആണ്. ഓക്കെ, 1250 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 45 എത്രയാണ്? 90. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. ആൻസർ എത്ര കിട്ടും? 27.78 mm. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തെ എന്തായിരുന്നു? ഇത് സെക്കൻഡ്. ഫസ്റ്റത്തെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് സിഗ്മ ടി. എൻ്റെ ഇക്വേഷൻ എന്താണ്? PD/4T. ഈ രണ്ട് ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കാൻ പാടില്ല. PD/2T, സിഗ്മ H ഈസ് ഈക്വൽ ടു PD/2T. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ 2T ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനലിന് 4T. സിഗ്മ ടി എത്ര തന്നിട്ടുള്ളത്? 30 ഈസ് ഈക്വൽ ടു PD/4T. നമുക്ക് എന്ത് ചെയ്യാം? ടി മുകളിലേക്ക് എടുക്കാം. PD/4 ഇൻറ്റു 30. പി എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു പി എത്രയാണ്? 2 ഇൻറ്റു ഡി എത്രയാണ്? 1.2, അതായത് 1250 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി എത്ര കിട്ടും? 20.84 mm. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടുള്ളത്? മാക്സിമം തിക്നെസ് ഓഫ് ദ സിലിണ്ടർ. ഒരു തിക്നെസ്, സിലിണ്ടറിന് വേണ്ട ഏറ്റവും തിക്നെസ് എന്താണ്? ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് 45 കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ 2 ഫെയിലിയർ സംഭവിക്കാതിരിക്കാനുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? തിക്നെസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? തിക്നെസ് നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? ഇവിടെ 20 തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ക്രിട്ടിക്കൽ തിക്നെസ്സാണ് 20 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കില്ല. ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഫെയിലിയർ സംഭവിക്കില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സംഭവിക്കില്ല. ഇനി എന്താണ്? 27 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഹൂപ്പ് സ്ട്രെസ്സും സംഭവിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 27 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? രണ്ടും ഇൻക്ലൂഡഡ് അല്ലേ? 27 പറഞ്ഞാൽ 20ലേറെ കൂടുതലല്ലേ? അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും സംഭവിക്കില്ല. അപ്പോൾ ഇതെന്താണ്? ഒരു ക്രിട്ടിക്കൽ തിക്നെസ് ആണ്. അപ്പോൾ എന്താണ്? ഇതിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ കൺസിഡർ ഗ്രേറ്റർ വാല്യൂ എന്താണ്? ഈക്വൽ ടു 27.78. ഇതാണായിരിക്കും അവസാനത്തെ ആൻസർ. ഇതാണ് എന്ത്? സേഫായിട്ട് സിലിണ്ടർ വെക്കാനുള്ള വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി.
എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഇത് പഠിപ്പിച്ച് അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.